نوله ما تولى ونصله جهنم وساءت مصيرا. وقد قال النبي صلى الله عليه وسلم من جمع مالا حراما ثم تصدق به لم يكن له فيه أجر. محمد ذكره روح لأنفسنا محمد شكره فرض على الأمم. مولاي صل وسلم دائما أبدا. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم. സമാധാനനായ അധ്യക്ഷൻ, ഈ മഹത്തായ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനായ തങ്ങൾ, മറ്റു വേദിയിലും സൽസലമായിട്ടുള്ള പണ്ഡിത മഹത്തുക്കളെ, നല്ലവരായ രക്ഷിതാക്കളെ, കർമ്മോത്സകരായ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, ഈ മദ്രസയുടെയും പള്ളിയുടെയും മാനേജ്മെന്റ് ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, തെന്നല കുന്നാൽപ്പാറ ദാറുസ്സലാം സെക്കൻഡറി മദ്രസയുടെ 50ാം വാർഷിക മഹാസമ്മേളനത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട ആദർശ വിശദീകരണ സമ്മേളനത്തിലാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒത്തുകൂടലും നാം പറയുന്നതും കേൾക്കുന്നതുമൊക്കെ സ്വാലിഹായ അമലായി നമ്മൾ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മെ, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മോട് ബന്ധപ്പെട്ടവർ, നമ്മെ സഹായിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മോട് സഹകരിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവരെയും അല്ലാഹു സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും അവരിൽ നിന്നും മരണപ്പെട്ടുപോയവരുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളൊരാളെയും മാരകമായ രോഗങ്ങളെ കൊണ്ട് നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, ഈ സ്ഥാപനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഒട്ടേറെ ആളുകൾ ഇന്ന് ഖബറിലാണ്. അവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലും റാഹത്തിലുമാക്കണേ റഹ്മാനെ. ബിഹഖി നബിയ്യിനൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ആമുഖങ്ങളൊന്നും നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിഷയങ്ങളൊക്കെ വളരെ ഭംഗിയായി തന്നെ ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളവർകൾ വളരെ ഏതൊരാൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ തങ്ങൾ തന്നെ ഇവിടെ പറയുകയുണ്ടായി. ഇനി കൂടുതൽ ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ല. നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സമയം ഏറെ വൈകിയിട്ടുമുണ്ട്. നമ്മുടെ ആദർശം, ആ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ പോഷകഘടകങ്ങളും അതിന്റെ പ്രവർത്തകന്മാരും. ഒരു കാലത്തും ഒരു മാറ്റത്തിനും വിധേയമാവാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്ന വേളയിൽ ഏതൊരു ആദർശത്തിലായിരുന്നുവോ, എന്തൊരു ലക്ഷ്യത്തോടുകൂടിയാണോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടതെങ്കിൽ അതേ ആദർശത്തിന് അല്പം പോലും മാറ്റങ്ങൾക്ക് വിധേയമാവാതെ ആദർശ തനിമയിൽ ഉറച്ചു നിൽക്കുന്ന ഏക പ്രസ്ഥാനം ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമാണ്. സമസ്തയുടെ സേവനങ്ങൾ അല്ലെങ്കിൽ സമസ്തയുടെ ആദർശങ്ങൾ കേരളീയ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നേരത്തെ ബഹുമാനപ്പെട്ട തങ്ങൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ രാവിലെ നേരെ ഇതര സംസ്ഥാനങ്ങളിൽ ചെന്നാൽ
സമസ്ത കേരള ജംഇയ്യത്തുൽ റേഞ്ചും മദ്രസയും ഉണ്ടെങ്കിൽ അവിടെയും നമുക്കിത് കാണാൻ കഴിയും. ഇല്ലാത്തിടങ്ങളിൽ നിന്നും ഈ സുന്ദരമായൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ചെയ്ത സേവനങ്ങൾ, മതപരമായി ചെയ്യുന്ന സേവനങ്ങൾ ഒരാളെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാനതിലേക്ക് കടക്കാനും ആഗ്രഹിക്കുന്നില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ സംബന്ധിച്ചിടത്തോളം അതിലുപരി അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതിന്റെ ക്വാളിറ്റി എന്ന് ചോദിച്ചാൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ആദർശത്തിൽ അത് ഉറച്ചു നിൽക്കുന്ന പ്രസ്ഥാനമാണ്. സമസ്തയുടെ പ്രത്യേകത ആണല്ലോ, സേവനങ്ങളെക്കാൾ ഉപരി സമസ്തക്കൊരു ആദർശമുണ്ട്. ആ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രത്യേകത. കേരള മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള മുസ്ലിമീങ്ങൾ അനുഗ്രഹീതരാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ വിശുദ്ധ ഇസ്ലാം എത്തിപ്പെടാൻ ഭാഗ്യം ലഭിച്ചൊരു പ്രദേശമാണ് നമ്മുടെ കൊച്ചു കേരളം. അന്ന് കേരളത്തിൽ ഇസ്ലാം എത്തിപ്പെട്ട് കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിലൂടെ വിശുദ്ധ ഇസ്ലാം പടർന്നു പന്തലിക്കുകയുണ്ടായി. വിശുദ്ധ ഇസ്ലാം മറ്റു ഇതര രാജ്യങ്ങൾക്ക് പോലും മാതൃകയാകും വിധത്തിൽ കേരളത്തിൽ വളരെ ഭംഗിയായി നടക്കുന്നത് കണ്ടപ്പോ ഈ സംഘശക്തിയെ തകർക്കാൻ, കേരള മുസ്ലിമുകളെ മുന്നേറ്റത്തെ തടയിടാൻ ഇനി എന്താണ് മാർഗമെന്ന് ശത്രുക്കൾ ആലോചിച്ചു. അതിന്റെ ഭാഗമാണ് 1920കളിൽ കേരളീയ മുസ്ലിമീങ്ങൾക്കിടയിൽ അനൈക്യത്തിന്റെ ശബ്ദവുമായിക്കൊണ്ട് ബിദ്അത്തുകാർ രംഗപ്രവേശനം ചെയ്യുന്നത്. 1921 വരെ കേരളീയ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ല. കേരളീയ മുസ്ലിമീങ്ങൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും താബിഈങ്ങളും തബഉ താബിഈങ്ങളും കാണിച്ചു തന്ന ആ സുന്ദരമായ മാർഗത്തിലൂടെയായിരുന്നു കേരളീയ മുസ്ലിമീങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഖേദകരെന്ന് പറയാം, 1920കൾക്ക് ശേഷം ചില ആളുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ചില പത്രങ്ങൾ വരുത്തുകയും ആ പത്രങ്ങളിൽ ആകൃഷ്ടരാവുകയും ആ പത്രം പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തിലേക്ക് അവർ ചേക്കേറുകയും കേരളീയ മുസ്ലിമീങ്ങൾക്കിടയിൽ ആ ആശയം കുത്തിയേൽപ്പിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തതോടുകൂടി കേരളീയ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് തുടങ്ങുകയുണ്ടായി. അതുവരെ കേരളീയ മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. മുസ്ലിമീങ്ങൾ ഐക്യത്തോടെയായിരുന്നു ജീവിച്ചു പോരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഭിന്നിപ്പുമായി കടന്നു വന്ന ആളുകളെ അവരുടെ ഭിന്നിപ്പുമായി മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കേരളീയ മുസ്ലിമീങ്ങളുടെ ഈ മുന്നേറ്റത്തിന് തടസ്സം സൃഷ്ടിക്കുമെന്ന് കണ്ടപ്പോ കേരളത്തിലെ അക്കാലഘട്ടത്തിലെ സമുന്നതരായ പണ്ഡിതന്മാർ അവർ അന്ന് രൂപീകരിച്ച പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹിതമായ പ്രസ്ഥാനം. സമസ്ത ശരിക്കും ഇടപെട്ടു. അതോടുകൂടെ ബിദ്അത്ത് ഒന്നുമല്ലാതെയായി, മുജാഹിദ് പ്രസ്ഥാനം ഒന്നുമല്ലാതെയായി, ജമാഅത്ത് ഇസ്ലാമി ഒന്നുമല്ലാതെയായി, തബ്ലീഗിന് വേരോട്ടമുണ്ടായില്ല. അങ്ങനെ ബിദ്അത്തുകാരൊക്കെ കേരളീയ മുസ്ലിമീങ്ങൾക്കിടയിൽ ഇടം കിട്ടാതെ അവരൊക്കെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ശത്രുക്കൾ മനസ്സിലായി, ഇനി ഇങ്ങനെ ബിദ്അത്തുമായി കൊണ്ട് കേരള മുസ്ലിമീങ്ങൾക്കിടയിൽ വന്നാൽ മുന്നോട്ട് പോകാൻ കഴിയില്ല, മുസ്ലിമീങ്ങളെ തകർക്കാൻ കഴിയില്ല. അപ്പോൾ അവർ രണ്ടാമതെടുത്തൊരു മാർഗമാണ്, എങ്കിൽ പിന്നെ സുന്നിയായി തന്നെ സുന്നികൾക്കിടയിൽ കയറിക്കൂടിക്കൊണ്ട് സുന്നികൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കുക. അതിന് പറ്റുന്നൊരാളെയും അവർക്ക് കിട്ടി. സുന്നികൾക്കിടയിൽ തന്നെ പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ട് സുന്നികളെ വിവിധ ഗ്രൂപ്പുകളായി മാറ്റുക, സുന്നത്ത് ജമാഅത്തിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ സുന്നികൾക്കിടയിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ഈ സമസ്ത എന്ന് പറയുന്ന വലിയ മഹാവൃക്ഷം അത് തകർന്നു പോകുമല്ലോ എന്ന ചിന്തയോടുകൂടെ എന്റെ പ്രിയപ്പെട്ടവരെ, സമസ്തയിൽ തന്നെ ചില പ്രശ്നങ്ങളുമായി കൊണ്ട് ചില ആൾക്കാർ പ്രവർത്തിക്കുന്നു. ഞാൻ നേരിട്ട് വിഷയത്തിൽ കിടക്കാൻ ആഗ്രഹിക്കുകയാണ്, സമയമില്ലാത്തതുകൊണ്ട് സംഘാടകർ ഈ കാര്യം തന്നെ തുറന്നു പറയണമെന്ന് പറഞ്ഞതുകൊണ്ടും ഞാൻ നേരിട്ടതിലേക്ക് കിടക്കുക. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനം ലോകത്തിന് തന്നെ മാതൃകയാകും വിധം മുന്നോട്ട് പോകുമ്പോ ആ സമസ്തയിൽ പ്രശ്നമുണ്ടാക്കാൻ ചില ആളുകൾ രംഗത്ത് വരികയാണ്. എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? ഈ സംഘടിത ശക്തിയെ ഇല്ലാതെയാക്കുക. നിങ്ങൾ അറിയണം, ആരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത്? ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടും. 1926 മുതൽ സമസ്തയ്ക്ക് നേതൃത്വം നൽകിയ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ അവരാരായിരുന്നു എന്ന് ഇന്ന് നമ്മൾ ഈ കാണുന്നത് പോലെ ഒന്നും ആയിരുന്നില്ല. ജീവിതത്തിൽ വല്ലാതെ ജീവിത വിശുദ്ധി കൈവരിച്ച മഹാരഥന്മാരായ പണ്ഡിതന്മാർ.
തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ച മഹാരഥന്മാരായ പണ്ഡിതന്മാർ, അഗാധ ജ്ഞാനത്തിന്റെ ഉടമകൾ, എന്ത് പറയുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും അവിടേക്ക് ശറഇന്റെ മാനദണ്ഡം നോക്കിക്കൊണ്ട് മാത്രം ജീവിച്ച മഹാരഥന്മാരായ പണ്ഡിതന്മാർ. മഹാനായ സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ, ആ മഹാനവറുകളാണല്ലോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹിതമായ പ്രസ്ഥാനത്തിന് അസ്ഥിവാരപ്പെട്ടത്. അന്ന് വരക്കൽ മുല്ലക്കോയ തങ്ങൾ തുടങ്ങി വെച്ച് ഒട്ടേറെ മഹത്തുക്കളായ പണ്ഡിതന്മാരിലൂടെ ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനം തർക്കങ്ങളില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ, അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. അല്ലറ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇടക്കാലത്തുണ്ടായെങ്കിലും അതൊന്നും സമൂഹത്തിന്റെ ഇടയിൽ ഇടം പിടിക്കാതെ വളരെ ഭംഗിയായി തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് പോയപ്പോഴാണ് ചില ആളുകൾ ആരോപണങ്ങളുമായി കടന്നു വരുന്നത്. ആർക്കിതിലെ ആരോപണങ്ങളുമായി കടന്നു വരുന്നത്? അന്ന് സമസ്തയുടെ പ്രസിഡന്റ് ആരാണ്? അന്ന് സമസ്തയുടെ സെക്രട്ടറി ആരാണ്? നമ്മൾ ശരിക്കും ചരിത്രം മനസ്സിലാക്കേണ്ടതുണ്ട്. അന്ന് സമസ്തയുടെ സെക്രട്ടറി ശൈഖുനാ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് നവ്വറല്ലാഹു മർക്കദയാണ്. ശംസുൽ ഉലമ ജനറൽ സെക്രട്ടറി ആകുന്ന കാലഘട്ടം. അന്ന് പ്രസിഡന്റ് ആരാ? അന്ന് പ്രസിഡന്റ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർക്കദാ. കണ്ണിയത്ത് ഉസ്താദാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു കറാഹത്ത് ചെയ്തു എന്ന് ഒരാൾക്ക് പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റാകുന്ന കാലഘട്ടം. അറേബ്യൻ ലോകത്തെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പോലും ആലിമുൽ ആലം ലോക പണ്ഡിതനെന്ന് പരിചയപ്പെടുത്തിയ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ സെക്രട്ടറിയാകുന്ന കാലഘട്ടം. പ്രസിഡന്റ് സ്ഥാനത്ത് കണ്ണിയത്ത് ഉസ്താദും ജനറൽ സെക്രട്ടറി പദത്തിൽ ശൈഖുനാ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദും. ഇവർ രണ്ടുപേരും ഉള്ള കാലഘട്ടത്തിലാണ് ചില പ്രിയപ്പെട്ടവരെ ചില ആളുകൾ പ്രശ്നമായിട്ട് കടന്നു വരുന്നത്. എന്നാ കണ്ണിയത്ത് ഉസ്താദ് സമസ്തയിൽ വരുന്നത്? അത് നമ്മൾ പഠിക്കണം. കണ്ണിയത്ത് ഉസ്താദ് എന്നാ സമസ്തയിൽ വരുന്നത്? കണ്ണിയത്ത് ഉസ്താദ് സമസ്തയിൽ വരുന്നത് സമസ്ത രൂപീകരിക്കുന്ന അന്ന് തന്നെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 ജൂൺ 26 തീയതി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുമ്പോ അതിന്റെ 26ാമത്തെ മെമ്പറാണ് 26 വയസ്സ് മാത്രം പ്രായമുള്ള കണ്ണിയത്ത് ഉസ്താദ്. സമസ്ത രൂപീകരിക്കുന്ന സമയത്ത് വരക്കൽ മുല്ലക്കോയ തങ്ങളെ കാണാനും ആ മഹാത്മാവിന്റെ ആശയങ്ങൾ പഠിക്കാനും ഭാഗ്യം ലഭിച്ച മഹാനായിരുന്നു റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്. ഇന്നീ പ്രശ്നം ഉണ്ടാകുന്ന ആളുകൾ ഒരുപക്ഷെ അന്ന് ജനിച്ചിട്ടുണ്ടാവില്ല. കണ്ണിയത്ത് ഉസ്താദ് സംസ്ഥയിൽ വരുന്ന സമയം ആ കണ്ണിയത്ത് ഉസ്താദ് പിന്നീട് വർഷങ്ങൾ പിന്നിടുമ്പോ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹത്തായ പ്രസിഡന്റ് പദവിയിലേക്ക് ഉയരുകയാണ്. ശൈഖുനാ ശംസുൽ ഉലമയോ മുശാവറയിലെ വന്ന് വർഷങ്ങൾ പിന്നിട്ടപ്പോഴേക്കും ശംസുൽ ഉലമ സമസ്തയുടെ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ജനറൽ സെക്രട്ടറി പദത്തിൽ നീണ്ട വർഷം സ്ഥാനം അലങ്കരിച്ച് കഴിയുമ്പോഴാണ് ഇന്ന് ഈ പ്രശ്നമുണ്ടാക്കുന്ന ചില ആളുകളുടെ ജീവാത്മാവും പരമാത്മാവുമായ ആ വ്യക്തി സമസ്തയിലേക്ക് കടന്നു വരുന്നതന്നെ. ഇയാൾ സമസ്തയിലേക്ക് കടന്നു വരുന്ന 1979 കോഴിക്കോട് പാലക്കാട് ജില്ലയിൽ നടന്നൊരു മുഷാവറ യോഗത്തിലാണ് ഈ വ്യക്തിയെ സമസ്തയിലേക്ക് എടുക്കുന്നത്. ഇദ്ദേഹം സമസ്തയിൽ വന്ന മുതൽ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി. അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ ശ്രമം നടത്തി. സമസ്തയുടെ ആലിമീങ്ങളെ കുറിച്ച് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ചും ശൈഖുനാ ശംസുൽ ഉലമയെ കുറിച്ചും ഇവർ പറഞ്ഞു ഇവരുടെ പോക്ക് ശരിയല്ല. നിങ്ങൾ അറിയണം ആരുടെ പോക്ക ശരിയില്ലാത്തത്? കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും പോക്ക് ശരിയല്ല. ഞാൻ പറഞ്ഞല്ലോ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച്. ജീവിതത്തിൽ വളരെ ചിട്ടയോടെ ജീവിച്ച മഹാനായ പണ്ഡിതൻ, അഗാധ ജ്ഞാനത്തിന്റെ ഉടമ. റഈസുൽ മുഹഖഖീൻ എന്നാണല്ലോ പേര് തന്നെ ഉപയോഗിക്കാറുള്ളത്. ശംസുൽ ഉലമ എന്നാണല്ലോ മഹാനായ ഇ.കെ. ഉസ്താദിനെ കുറിച്ച് ഉപയോഗിക്കാറുള്ളത്. രണ്ടും മഹാപണ്ഡിതന്മാർ, രണ്ടും വലിയ സൂക്ഷ്മതയുള്ള ആളുകൾ. ഇന്നേ വരെ ഒരാൾക്കും കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് പറയാൻ കഴിഞ്ഞിട്ടില്ല കണ്ണിയത്ത് ഉസ്താദ് ഇന്ന തെറ്റ് ചെയ്തു. നമ്മുടെ ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ വായക്കാടായിരുന്നല്ലോ കണ്ണിയത്ത് ഉസ്താദ് ഏറെ ജോലി ചെയ്തതും താമസിച്ചതും. ആ വായക്കാട് പോയാൽ നമുക്കവിടെ കാണാം മുജാഹിദുകളെ കാണാം, ജമാഅത്തെ ഇസ്ലാമിയെ കാണാം, തബ്ലീഗ് ജമാഅത്തുകാരെ കാണാം,
സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളെയും കാണാം. അവിടെ പോയിട്ട് ആരെങ്കിലും ഒരാൾ പറയട്ടെ കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതകാലത്തിനിടയ്ക്ക് കണ്ണിയത്ത് ഉസ്താദ് ഇന്ന ഹറാമ് ചെയ്തു, ഒരാൾക്കും പറയാൻ കഴിയില്ല. കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് ഒരു ആരോപണം പോലും ഉന്നയിക്കാൻ കഴിയില്ല. ആരോപണമെങ്കിലും കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് ഒരു കറാഹത്ത് പോലും ഉന്നയിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റ് ആകുമ്പോ ഷംസുൽ ഉലമ ജനറൽ സെക്രട്ടറി ആകുന്ന സമയത്ത് ചില ആളുകൾ പറഞ്ഞു കണ്ണിയത്ത് ഉസ്താദിന്റെയും ഷംസുലുമയുടെയും പോക്ക് ശരിയല്ല. ഇവിടെ തുടക്കം മുതലുള്ള വിഷയം പറയാനാണ് നമ്മൾ സംഘാടകരെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നതുകൊണ്ടാണ്. കണ്ണിയത്ത് ഉസ്താദിന്റെയും ഷംസുലുമയുടെയും പോക്ക് ശരിയല്ല. അവർ സംസ്ഥയുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് ഷംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും വിദേഹത്തുകാർക്ക് കൂട്ടുനിൽക്കുകയാണ്. എന്താ അതിന്റെ പ്രശ്നം? എന്താ ഷംസുൽ ഉലമയെ കുറിച്ച് അങ്ങനെ പറയാൻ കാരണം? അതിന് കാരണം എന്ന് പറഞ്ഞത് അന്ന് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ ഒരു ശരീഅത്ത് സമ്മേളനം നടക്കുകയാണ്. എന്തായിരുന്നു ശരീഅത്ത് സമ്മേളനത്തിന്റെ കാരണം? നമുക്കറിയാം, ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്ന സമയമായിരുന്നു. ഇന്ത്യൻ പാർലമെന്റിൽ GM ബനാത്വാലയെ പോലെയുള്ള നല്ല നല്ല MP-മാർ ശക്തമായ ശബ്ദമുയർത്തിയ കാലഘട്ടമായിരുന്നു. സെഡ് സാഹിബിനെ പോലെയുള്ള ആളുകൾ. ആ കാലഘട്ടത്തിൽ ഇന്ത്യ കണ്ട വലിയൊരു പണ്ഡിതൻ നദ്വി സാഹിബ്, അലി നദ്വി സാഹിബ്, അദ്ദേഹം സമസ്തയോട് ബന്ധപ്പെട്ടു കേരളത്തിലെ മുസ്ലിമുകളെ സംഘടന ശക്തി മനസ്സിലാക്കി നദ്വി സാഹിബ് പറഞ്ഞു, കേരളത്തിൽ നമുക്ക് ഇതിനെതിരിൽ വലിയൊരു സമ്മേളനം നടത്തണം, അതിന് സമസ്ത തന്നെ നേതൃപരമായി പങ്കുവഹിക്കണം. എന്താ വിഷയം? കൈ എവിടെ കെട്ടണം എന്നല്ല വിഷയം. കൈ കെട്ടണോ എന്നാണ് വിഷയം. നിസ്കാരം വേണോ വേണ്ടേ എന്നതാണ് വിഷയം. മുസ്ലിമീങ്ങളെ ശരീഅത്തുമായി ബന്ധപ്പെട്ടതാണ് വിഷയം. അതുകൊണ്ട് ഇവിടെ തർക്കങ്ങളിലേക്ക് കടക്കുന്നതിന് പകരം മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം. നദ്വി സാഹിബ് ആവശ്യപ്പെട്ടു. സമസ്ത മുഷാവറ കൂടി എല്ലാവർക്കും ഇത് ബോധ്യപ്പെട്ടു. കാരണം മുസ്ലിമീങ്ങളെ മൊത്തം ബാധിക്കുന്ന ഒരു വിഷയമാണ്. അവിടെ സുന്നി മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട സമയമല്ല, എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ്. ശരീഅത്താണല്ലോ പ്രശ്നം, അതുകൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ ഒരു വിശദീകരണ സമ്മേളനം, ഒരു ശരീഅത്ത് സമ്മേളനം സംഘടിപ്പിച്ചു. അതിൽ നദ്വി സാഹിബും പങ്കെടുത്തു, അതിൽ ഷംസുൽ ഉലമയും പങ്കെടുത്തു. ഷംസുൽ ഉലമ മാത്രമല്ല, മർക്കസ് സഖാഫത്ത് സുന്നിയുടെ മുൻ പ്രസിഡന്റ് ഫസൽ തങ്ങളും പങ്കെടുത്തു. ഇവരെല്ലാവരും പങ്കെടുത്തു. ഇതൊരു കാരണമായി കണ്ട് മറുവിഭാഗത്തിന്റെ നേതാവ് പറയാൻ തുടങ്ങി, കണ്ടോ ഷംസുൽ ഉലമക്ക് സുന്നത്ത് ജമാഅത്തിൽ താല്പര്യമില്ല, ഷംസുൽ ഉലമക്ക് സുന്നത്ത് ജമാഅത്തിൽ സ്പിരിറ്റില്ല, ഷംസുൽ ഉലമ ബിദ്അത്തുകാരൊപ്പം വേദി പങ്കിട്ടിരിക്കുന്നു. സമസ്തന്റെ നയം വളരെ എല്ലാവർക്കും വ്യക്തമാണ്. അതെന്താ? സുന്നികളെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ സുന്നത്തെ മാറ്റി ഒറ്റക്കെട്ടായി നിൽക്കണം, മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം, രാജ്യത്തിനെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ രാജ്യത്തുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. ഇപ്പൊ നമ്മുടെ തെന്നലങ്ങാടിയിൽ ഒരു പാമ്പിനെ കണ്ടു, ഒരു മൂർഖം പാമ്പ്. ആ മൂർഖം പാമ്പ് ഇങ്ങനെ കൊത്താൻ തയ്യാറായിട്ട് നിൽക്കുമ്പോ ഒരു SKS വടിയെടുത്തു. അപ്പൊ അപ്പുറത്ത് വടിയെടുത്തൊരു BJP-കാരനാണ്. അവിടെ BJP-കാരൻ വടിയെടുത്തുകൊണ്ടുള്ളത് സഹകരിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? പാമ്പ് BJP-കാരന്റെ ശത്രുവാണ്, SKS-ന്റെ ശത്രു. ആ പാമ്പിനെ കൊല്ലുന്ന വിഷയത്തിൽ BJP-യോട് യോജിക്കും എന്ന് വിചാരിച്ച് ഗുജറാത്തിൽ പോയിട്ട് കാശ് കിട്ടും വിചാരിച്ചിട്ട് ഗുജറാത്തിലെ BJP-യോട് നമ്മൾ യോജിക്കാൻ പോകില്ല. അതിനുള്ള വഴിയെ ഞാൻ പറയാം. മോഡിന്റെ കയ്യിൽ നിന്ന് കോടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അഹമ്മദാബാദിൽ പോയി സമ്മേളനം നടത്തുന്ന ഏർപ്പാട് സമസ്തക്കില്ല. പക്ഷെ ഇന്ത്യയുടെ ഒരു വിഷയം വരുമ്പോൾ, ഇന്ത്യയിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോ അവിടെ സമസ്തയും കൂടുതൽ. അവിടെ ഗ്രൂപ്പ് നോക്കാൻ നിൽക്കില്ല, അവിടെ പാർട്ടി നോക്കാൻ നിൽക്കില്ല, അവിടെ സംഘടന നോക്കാൻ നിൽക്കില്ല. ഇന്ത്യ എന്ന വിഷയത്തിൽ സമസ്ത ഇത് സമസ്ത അന്നത്തെയും എന്നത്തെയും നയമാണ്. ഇയാൾ പറഞ്ഞത് പറ്റൂല. സമസ്ത ബിദ്അത്തുകാരുമായി പങ്കെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഷംസുൽ ഉലമക്ക് തെറ്റിയിരിക്കുന്നു, കണ്ണിയത്ത് സ്ഥാനം തെറ്റിയിരിക്കുന്നു. നിങ്ങൾ അറിയണം ആരാ ഷംസുൽ ഉലമ? ഈ പറയുന്ന വ്യക്തിയുടെ ഉസ്താദിന്റെ ഉസ്താദാണ്. ഈ പറയുന്ന വ്യക്തിയുടെ ഉസ്താദാരാ? KK ഹസ്രത്ത്. KK ഹസ്രത്തിന്റെ ഉസ്താദാണ് ഷംസുൽ ഉലമ. ഷംസുൽ ഉലമയുടെ ഉസ്താദാണ് കണ്ണിയത്ത് ഉസ്താദ്. ഇയാൾ പിഴച്ചു എന്ന് പറഞ്ഞ ആരെ കുറിച്ചാണ്? ഇയാൾ പിഴച്ചു എന്ന് പറയുന്നത് സ്വന്തം ഉസ്താദിനെ,
സ്വന്തം ഉസ്താദിന്റെ ഉസ്താദായ ശംസുലമക്കെതിരിൽ, ഉസ്താദിന്റെ ഉസ്താദിന്റെ ഉസ്താദായ കണ്ണിയത്ത് സാഹിബ്, ഇവർക്കൊക്കെ പിഴച്ചു. പിന്നെ ആർക്ക് മാത്രമാണ് ശരിയായത്? ആർക്ക് മാത്രമാണ് ശരിയായത്? ഈ പറയുന്ന വ്യക്തിക്കും ഇദ്ദേഹത്തിന്റെ കൂടെ ഒരു 5 ആൾ. സമസ്ത 40 അംഗ മുഷാവറയിൽ നിന്ന് 6 ആളുകളാണ് ഇതിന്റെ പേരിൽ പുറത്താക്കപ്പെടുന്നത്. ബാക്കി 34 ആളുകൾ സമസ്തന്റെ കൂടെ. ഇവർ 6 ആൾ പറഞ്ഞു ഇല്ല, സമസ്തക്ക് പിഴച്ചിട്ടുണ്ട്, സമസ്തന്റെ പോക്ക് ശരിയല്ല. ഒരു ബുദ്ധിയുള്ള മുസ്ലിം ഇവിടെ നിൽക്കേണ്ടത്. പിഴച്ചു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ആളുടെ ഉസ്താദ് ഇപ്പുറത്താണ്, ഉസ്താദിന്റെ ഉസ്താദ് ഇപ്പുറത്താണ്, ഉസ്താദിന്റെ ഉസ്താദിന്റെ ഉസ്താദ് ഇപ്പുറത്താണ്. ഒരു കുട്ടി തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുകയാണ്. ഇറങ്ങിപ്പോകുമ്പോൾ ആൾക്കാർ ചോദിച്ചു, എന്താണ് നീ ഇറങ്ങിപ്പോണത്? എന്റെ വാപ്പ ശരിയല്ല. പിന്നെ ബാപ്പാന്റെ വാപ്പ ശരിയല്ല, പിന്നെ ബാപ്പാന്റെ വാപ്പ ശരിയല്ല, വെല്ലിപ്പി ശരിയല്ല. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഞാൻ മുറ്റത്ത് പുതിയൊരു തറവാടുണ്ടാക്കാൻ പോകുക. ബുദ്ധിയുള്ള ആളുകളൊക്കെ എന്താ ചെയ്യുക? ബാപ്പാനെയും വെല്ലിപ്പാനെയും വല്യപ്പാനെ ബാപ്പാനെയും തള്ളിയിട്ട് ഈ കുസൃതിക്കാരനായ കുട്ടിയുടെ പിന്നാലെ പോകും. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. സ്വന്തം ഉസ്താദിനെയും ഉസ്താദിന്റെ ഉസ്താദിനെയും ഉസ്താദിന്റെ ഉസ്താദിന്റെ ഉസ്താദിനെ തന്നെ. ഇത് നമ്മൾ ചോദിച്ചപ്പോൾ ഒരു മറുപടി എന്താണ്? അതിനൊരു മറുപടി പറഞ്ഞത്, ഉസ്താദുമാർക്ക് പിഴച്ച ഉസ്താദുമാരെ തള്ളണമെന്ന് ചരിത്രത്തിലുണ്ട്. ഉസ്താദുമാർക്ക് പിഴച്ചാല് ഉസ്താദുമാരെ തള്ളണമെന്ന് ചരിത്രത്തിലുണ്ട്. ഏതാ ചരിത്രം എന്നറിയോ? മഹാനായ ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു തന്റെ ഉസ്താദായ ജുബ്ബായിയെ തള്ളിപ്പറഞ്ഞിട്ടില്ലേ? മഹാനായ അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹുവിന്റെ ഉസ്താദ് മുഅ്തസിലി പണ്ഡിതനായപ്പോൾ, ബിദ്അത്തുകാരനായപ്പോൾ, ബിദ്അത്തിന്റെ നേതാവായപ്പോൾ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അതുപോലെയാണത്രേ ശംസുൽ ഉലമാ. ശംസുൽ ഉലമക്ക് വഴിവെച്ചുപോയി, അതുകൊണ്ടാ ശംസുൽ ഉലമയെ ഞങ്ങൾ തള്ളിപ്പറഞ്ഞത്. ശംസുൽ ഉലമ ആരെ പോലെയാണെന്ന്? മുഅ്തസിലി പണ്ഡിതനായ ജുബ്ബായിയെ പോലെയാണ്. ആരാ പറയുന്നത്? ഇവരുടെ സംസ്ഥാന നേതാവായിരുന്ന ഒരു സഖാഫി അദ്ദേഹം പറഞ്ഞ കാര്യം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി ഞാൻ പറയാം. യഥാർത്ഥത്തിൽ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ പെട്ടെന്നുള്ള നിലപാട് മാറ്റം, അതായത് സമസ്തയുടെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായി അദ്ദേഹം അന്നത്തെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ താൽപര്യ നിലപാടിലേക്ക് അദ്ദേഹം പോവുകയും ആ നിലപാടിലേക്ക് സമസ്തയെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ മുശാവറയിലെ കുറെ ആളുകൾക്ക് അത് രസിച്ചില്ല. സ്വാഭാവികം മാത്രമാണല്ലോ, അല്ലേ? അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഉസ്താദായിരുന്ന ജുബ്ബായിയുടെ നീക്കം ശരിയല്ലെന്ന് കണ്ടപ്പോഴാണ് അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നത്, സ്വന്തം ഉസ്താദിനെതിരെ രംഗത്ത് വന്നത്. അപ്പൊ അതൊക്കെ ചരിത്രപരമായി ആവശ്യമുള്ള കാര്യമായിരുന്നു എന്നതുകൊണ്ട് അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ പോക്ക് യഥാർത്ഥത്തിൽ സുന്നിക്ക് ക്ഷീണം ചെയ്യും, സുന്നത്ത് ജമാഅത്തിന് ക്ഷീണം ചെയ്യുമെന്ന് കണ്ടപ്പോൾ സമസ്തയെ ഇനി രക്ഷപ്പെടുത്തിയേ പറ്റുകയുള്ളൂ എന്ന് തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, പിന്നീട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിയമാനുസൃതം പുനഃസംഘടിപ്പിക്കപ്പെട്ടു. എന്താ പറഞ്ഞത്? സമസ്തന്റെ അക്കാലത്തെ ആലിമീങ്ങളെ പോക്ക് ശരിയല്ല. ആരാ ശരിയില്ലാത്തത്? ഒന്ന് ശംസുൽ ഉലമ, ഒന്ന് കെ അസ്ഹറത്ത്, കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള ആ മഹാരഥന്മാരുടെ പോക്ക് ശരിയല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? സമസ്തയെ നിയമാനുസൃതം പുനഃസംഘടിപ്പിക്കപ്പെട്ടു. സമസ്തന്റെ ആലിമ്യങ്ങളെ പോക്ക് ശരിയില്ലാത്തതുകൊണ്ട്, കണ്ണിയത്ത് ഉസ്താദിന്റെ പോക്ക് ശരിയില്ലാത്തതുകൊണ്ട്, ശംസുൽ ഉലമയുടെ പോക്ക് ശരിയില്ലാത്തതുകൊണ്ടാണ് അത്രേ ഇവർ സമസ്തയിൽ നിന്ന് മാറി ചിന്തിച്ച് സമസ്തയെ നിയമാനുസൃതം. ആരെ നിയമാനുസൃതം? ആരുടെ ഉപദേശം കിട്ടിയത്? അരവിന്ദാക്ഷൻ മേനോൻ എന്ന് പറയുന്ന ഒരു മഹാനായ വ്യക്തിയുണ്ട്. അയാൾ പറഞ്ഞു നമുക്ക് സമസ്തയെ പുനഃസംഘടിപ്പിക്കാം. അങ്ങനെയാണ് മേനോൻ സമസ്ത നിലവിൽ വരുന്നത്. ഇത് വരക്കൽ മുല്ലക്കോയ തങ്ങളുണ്ടാക്കിയ സംസ്കാരം നമ്മളത്. മറ്റതോ അരവിന്ദാക്ഷൻ മേനോൻ പറഞ്ഞു ആ പോക്ക് ശരിയല്ല, നിങ്ങൾ വേറെ സമസ്ത ഉണ്ടാക്കിക്കൂടി. അപ്പൊ ശംസുൽ ഉലമക്കെതിരിലാണ്, കണ്ണിയത്ത് ഉസ്താദിനെതിരിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇവരെ സമസ്ത രൂപീകരിക്കുന്നത്. അതിന് കാരണം പറഞ്ഞാ ശംസുൽ ഉലമ ബിദ്അത്തുകാരുമായി വേദി പങ്കിട്ടു. എന്നിട്ട് ഇത് പറഞ്ഞ വ്യക്തി നേരെ എങ്ങോട്ടാ പോയത്? നേരെ പോയത് കുവൈത്തിലേക്കാണ്. കുവൈത്തിൽ പോയിട്ട് എന്താ ചെയ്തത്? കുവൈത്തിൽ പോയിട്ട് ഇദ്ദേഹം ചെയ്ത പണി എന്താ?
കുവൈത്തിൽ ബിദ്അത്തുകാരെ അപ്പുറത്തും ഇപ്പുറത്തും നിർത്തി ഇദ്ദേഹത്തിന്റെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി, ഇദ്ദേഹത്തിന്റെ പിരിവ് വിജയിപ്പിക്കാൻ വേണ്ടി അപ്പുറത്തും ഇപ്പുറത്തും നിർത്തി പത്രക്കാരൻ ഫോട്ടോ ഒക്കെ കൊണ്ട് പോസ്റ്റ് ചെയ്തു. നിങ്ങൾ ഈ അടുത്ത് വായിച്ചല്ലോ. ഈ അടുത്താണ് കുവൈത്തിലെ പ്രമുഖനായ അറബിൻ പണ്ഡിതൻ നാദിർ നൂരി എന്ന് പറയുന്ന ആൾ മരണപ്പെട്ട ഈ അടുത്ത ദിവസം. അദ്ദേഹത്തെക്കുറിച്ച് മരണപ്പെട്ടപ്പോൾ പത്രങ്ങളൊക്കെ എഴുതിയല്ലോ. അദ്ദേഹം ഗൾഫിൽ വെച്ചുകൊണ്ട്, കുവൈത്തിൽ വെച്ചുകൊണ്ട് കേരളത്തിലെ ഒരു സുന്നി പണ്ഡിതനെ ഒപ്പം ഇരുത്തി, മുജാഹിദിനെയും ജമാഅത്തിനെയും അപ്പുറത്തും ഇരുത്തി മസ്ലഹത്താക്കാൻ ശ്രമിച്ചു. അന്ന് ആ യോഗത്തിൽ പങ്കെടുത്ത ആരൊക്കെയാണ് നോക്കുന്നത്? ആരൊക്കെയാ പങ്കെടുത്തിരിക്കുന്നത്? ഒന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. ഞാനത് പേര് പറയാൻ ആഗ്രഹിച്ചല്ല, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്ന ആരാ? ഒന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ്, ഒന്ന് മുജാഹിദിന്റെ നേതാവ്. ഷംസുലമക്ക് വന്ന പ്രശ്നം എന്താ? ഷംസുലമ ബിദ്അത്തുകാരുമായി വേദി പങ്കിട്ടു. എന്തിന്? ശരീഅത്ത് സംരക്ഷിക്കാൻ. ശരീഅത്ത്. ഇയാളെന്തിനാ വേദി പങ്കിട്ടത്? ശരീരത്തെ സംരക്ഷിക്കാൻ. ഒന്ന് ശരീഅത്ത് സംരക്ഷിക്കാൻ, മൂപ്പരോ ശരീരം സംരക്ഷിക്കാൻ പിരിവുണ്ടാക്കി. അപ്പുറത്തും ആരായിരുന്നു? ഒരു കുഴപ്പമില്ല. ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാക്കന്മാരുണ്ട്, മുജാഹിദിന്റെ നേതാക്കന്മാരുണ്ട്. അതിന്റെ ഒപ്പം നിൽക്കാൻ മൂപ്പർക്ക് ഒരു മടി ഉണ്ടായില്ല. പത്രക്കാരൻ മുന്നിൽ വളരെ ഭംഗിയായിട്ട് നിന്നു. ഞാൻ വായിക്കാം ആരൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൂടെ. ഒന്ന് ആർ കെ അബ്ദുറഹ്മാൻ ഹാജി, രണ്ട് നാദിർ നൂരി, എം വി മുഹമ്മദ് സലീം മൗലവി, പി കെ ജമാൽ, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, അബ്ദുസ്സമദ് അൽ ഖാത്തിബ്. ആരറിയാ സാധനം? അബ്ദുസ്സമദ് അൽ ഖാത്തിബ് എന്നാണ് അറിയോ? കേരളത്തിൽ മുജാഹിദ് ഉണ്ടാക്കിയ കേമുള്ള പുന്നോമന പുത്രൻ, കേമുള്ള മോന് ഉസ്താദിന്റെ അപ്പുറത്ത്. ഒരു കുഴപ്പമില്ല, സുന്നത്ത് ജമാഅത്തിന് ഒരു കുറവും സംഭവിക്കൂല. പിന്നാരുള്ളത്? അബ്ദുറഹ്മാൻ. പിന്നെയോ അരീക്കൂട്ടുകാരൻ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ്. ഇവർ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നു. ഉസ്താദിന് ഒരു കുഴപ്പമില്ല. എവിടെ പോയി സുന്നത്ത് ജമാഅത്ത്? ഇനി നോക്കിക്കോളൂ നിങ്ങള്. അദ്ദേഹം മാത്രമല്ല, അവർ മൊത്തം പങ്കെടുത്തില്ലേ? പല ഭാഗത്തും പങ്കെടുത്തു. ഒരു പ്രശ്നമില്ല. ഇനി മറ്റൊരു ഫോട്ടോ കണ്ടോളൂ. ജമാഅത്ത് ഇസ്ലാമിയുടെയും മുജാഹിദിന്റെ നേതാക്കന്മാരെ കൂടിരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. കുഴപ്പമില്ല, കാരണം ശരീര സംരക്ഷണമാണ്. ശരീഅത്ത് സംരക്ഷണമാണെങ്കിൽ പ്രശ്നമുണ്ടോ? എം കെ ഹാജി, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, ജമാഅത്ത് ഇസ്ലാമി നേതാവ് ഷരീഫ് മൗലവി അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നു. ഒരു ഭാഗത്ത് മുജാഹിദ്, ഒരു ഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമി, നടുവിൽ കാന്തപുരം ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഒരു കുഴപ്പമില്ല. അപ്പൊ ഇയാളെ ലക്ഷ്യം തരുന്നു. ഇയാളെ ലക്ഷ്യം എന്താ? സുന്നത്ത് ജമാഅത്ത് ശക്തിപ്പെടുത്തലായിരുന്നില്ല, മറിച്ച് ഇയാളെ ലക്ഷ്യം എന്തായിരുന്നു? ഇയാളെ ലക്ഷ്യം സമസ്തയിൽ പിളർപ്പുണ്ടാക്കുക, സമസ്തയിൽ പ്രശ്നമുണ്ടാക്കുക. ഇനി മറ്റൊന്ന് കണ്ടോളൂ നിങ്ങൾ. അദ്ദേഹത്തിന്റെ മരുമകൻ സീഫൈസിയും ഒപ്പം ഇരിക്കുന്ന ആരാ? പ്രസംഗിക്കുന്നത് ആരാണ്? പ്രസംഗിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ അഖിലേന്ത്യാ നേതാവ് സിദ്ദീഖ് ഹസൻ. ആ വേദിയിലുള്ള ആളുകളൊക്കെയാണ്. ആ പച്ച അടയാളപ്പെടുത്തിയിരിക്കുന്ന ആരിഫ് അലി. മറ്റേ തലയെക്കിട്ടുമായി കൊണ്ടിരിക്കുന്ന ആളാരാ? കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ മരുമകൻ, ഇന്നും മർക്കസിന്റെ മാനേജറായിട്ടുള്ള സീഫൈസി. ഒരു കുഴപ്പമില്ല, കാരണം അതൊക്കെ സ്വന്തം ശരീരത്തിന്റെ സംരക്ഷണത്തിനാണ്. ഒരു കുഴപ്പമില്ല. ഇപ്പൊ ആരെപ്പോ ഇരിക്കാം, എവിടെയും നിൽക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ കാര്യമായിട്ട് അന്ന് പറഞ്ഞെന്താ? സമസ്ത ലീഗിന്റെ വാലാട്ടിയാണ്. സമസ്ത ലീഗിന്റെ വാലാട്ടിയാണ്. എന്താ കുഴപ്പം? ശിഹാബ് തങ്ങളെ പെണ്ണുങ്ങളെ പോയിരിക്കാണ്. എന്ത് ശിഹാബ്? അത് ശിഹാബ് തങ്ങളല്ല, സോണിയ തങ്ങളാണ്, തുളസി തങ്ങളാണ്. തങ്ങളെ കുറിച്ചൊന്ന് പ്രസംഗിച്ചതാ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സോണിയാഗാന്ധി, മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ആ ശിഹാബ് തങ്ങളുടെ കർമ്മപഥത്തിലെ 25-ാം എന്ന് പറയുന്ന ഒരു സംരംഭത്തിൽ കോഴിക്കോട് പങ്കെടുത്തപ്പോ അതിന്റെ പേരിൽ പറഞ്ഞു ശിഹാബ് തങ്ങളല്ല, സോണിയ തങ്ങൾ അല്ലേ? പറഞ്ഞില്ലേ? എഴുതിയില്ലേ? പറഞ്ഞു. വേദനയുണ്ട് നമുക്ക്. എന്നാൽ അത് പറഞ്ഞ ആളുകൾ ഇന്ന് ആരപ്പാണ് ഇരിക്കുന്നത് നോക്കി നിങ്ങൾ. ആരാണ് ആ കാണുന്നത്? ആരാണ് ആ കാണുന്നത്? സയ്യിദ് ഖലീൽ തങ്ങൾ. തങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്ന ആരൊക്കെയാണ്? ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പെണ്ണല്ല, രണ്ടെണ്ണാണ് ഒപ്പരിക്കുന്നത്. ഒരു കുഴപ്പമില്ല. പാണക്കാട്ടെ തങ്ങളെ പറഞ്ഞതിന്റെ കുരുത്തക്കേട് അപ്പൊ കണ്ടുകൊണ്ടിരിക്കും. ഒരു പ്രശ്നമില്ല. ഇപ്പൊ എവിടെയും ഇരിക്കാം, എവിടെയും നിൽക്കാം. ഇനി കണ്ടോ നിങ്ങള്, രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മളെ കുറ്റപ്പെടുത്തിയ ആളുകൾ രാഷ്ട്രീയത്തിന് വേണ്ടി സ്ത്രീകളെ കയ്യും പിടിച്ചുകൊണ്ട് ചെങ്ങല തീർക്കുന്നു. വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. കയ്യും പിടിച്ചു നിൽക്കാൻ നോക്കൂ നിങ്ങൾ. ആരാണ് നിൽക്കുന്നത്? ഇവരുടെ അറിയപ്പെട്ട പ്രഭാഷകൻ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി.
മൂപ്പരെ കൈ എവിടെ നോക്കുകയാണെങ്കിൽ സുന്നത്ത് ജമാഅത്ത് ശക്തിപ്പെടുത്താൻ വേണ്ടി ചങ്ങല നിർത്തുക. അവർക്ക് രാഷ്ട്രീയട്ടോ ഓരോ കുറ്റപ്പെടുത്തരുത്. രാഷ്ട്രീയം ഒന്നുമില്ല. ഞാൻ സമയണ്ട് അതൊക്കെ പറയാം രാഷ്ട്രീയം എന്താണെന്നൊക്കെ. ഒരു രാഷ്ട്രീയം ഒരിക്കലില്ല. ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കലുമില്ല. ആർക്കും ഒരു വോട്ടും ചെയ്യലില്ല. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആർക്കും വോട്ട് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, അവരാർക്കും ചെയ്യലില്ല. ഇൻഷാ അല്ലാഹ് സമയണ്ട് നമുക്ക് പറയാം. ഇപ്പൊ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലാസ്റ്റ് ഒരു പ്രഖ്യാപനം ഉണ്ടായി 8 മണ്ഡലങ്ങളുള്ള സ്ഥാനാർത്ഥികൾ. അതിൽ പെടും ഈ മണ്ഡലം, ഇതിൽ പെടും ഈ മണ്ഡലമൊക്കെ. ഇരിക്കട്ടെ, ഞാൻ സമയണ്ടേ പറയാം. എന്തേ കാണുന്നു നോക്ക് നിങ്ങൾ. സുന്നത്ത് ജമാഅത്ത് ശക്തിപ്പെടുത്താൻ വേണ്ടി മനുഷ്യച്ചങ്ങല തീർത്തിരിക്കുകയാണ്. ആരാ ഇപ്പുറത്തുള്ളത്? സീമ, CPM-ന്റെ നേതാവ്. ഒരു കുഴപ്പമില്ല. അതിന്റെ ഇപ്പുറത്താരാ AK ബാലൻ, മുൻ വൈദ്യുതി മന്ത്രി. അതിന്റെ ഒപ്പം ഇപ്പുറത്തെ തലയെക്കെട്ടും കെട്ടിയിട്ട് സഖാവ് മുള്ളൂർക്കരമാർ സഖാഫ്. സുന്നത്തെ മത ശക്തിപ്പെടുത്തും. അവർക്ക് രാഷ്ട്രീയമില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കാണ് പ്രശ്നമായ പ്രശ്നമൊക്കെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കതിൽ അന്ന് ആരോപിച്ചൊരു ആരോപണം എന്താ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിദഅത്തുകാരുമായി ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. ശംസുൽ ഉലമയുടെ പോക്ക് ശരിയല്ല, പാണക്കാട്ടെ തങ്ങന്മാരുടെ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാ അന്ന് കടന്നു വന്നതെങ്കിൽ ഇന്ന് അതേ നാവ് കൊണ്ട് പറയുന്നു ഞങ്ങൾക്ക് ശംസുൽ ഉലമ പ്രശ്നമായിരുന്നില്ല. ശംസുൽ ഉലമയെ കുറിച്ച് ഇപ്പോൾ പറയുന്നത് എന്താ? ശംസുൽ ഉലമ വലിയ മഹാനാ, കറാമത്തുള്ള മഹാനാ, അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള മഹാനാ. നേരത്തെ മറ്റാൾ പ്രസംഗിച്ചെന്താ? ശംസുൽ ഉലമക്ക് വഴി തെറ്റിപ്പോയി. ഇപ്പോൾ പറയുന്നതോ ശംസുൽ ഉലമക്കൊന്നും തെറ്റിയിട്ടില്ല. ശംസുൽ ഉലമ വലിയ മഹാനായിരുന്നു, അല്ലാഹുവിന്റെ ഔലിയാക്കൽപ്പെട്ട മഹാനാ, കറാമത്തുള്ള മഹാനായിരുന്നു ശംസുൽ ഉലമ. അൽഹംദുലില്ലാഹ്, നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ വേദി ഒരുങ്ങിയിരിക്കുന്നത് ആ ശംസുൽ ഉലമയുടെ നാമധേയത്തിലാണ്. ഒരു കാലത്ത് ശംസുൽ ഉലമയെ തള്ളിപ്പറഞ്ഞ ആളുകൾ, ഒരു കാലത്ത് ശംസുൽ ഉലമയെ കുറ്റപ്പെടുത്തിയ ആളുകൾ, ഒരു കാലത്ത് ശംസുൽ ഉലമയെ പരിഹസിച്ച ആളുകൾ, ശംസുൽ ഉലമക്ക് സുന്നത്ത് ജമാഅത്തുമായി ബന്ധമില്ലെന്ന് പറഞ്ഞ ആളുകൾ, അവരുടെ നാവ് കൊണ്ട് തന്നെ അള്ളാഹു പറയിപ്പിച്ചിരിക്കുന്നു ശംസുൽ ഉലമ വലിയ മഹാനാണ്, ശംസുൽ ഉലമ വലിയ കറാമത്തുള്ള മഹാനാണ്, ശംസുൽ ഉലമയുടെ ജീവിതത്തിൽ വലിയ വിശുദ്ധി കൈവരിച്ച മഹാനായിരുന്നു ശംസുൽ ഉലമ. എന്തൊക്കെ പറഞ്ഞിപ്പോ പിന്നെ എന്തിനാ കൂട്ടരെ നിങ്ങൾ ആ ശംസുൽ ഉലമ വഴി എന്ന് പറഞ്ഞു പോയത്? ഇപ്പൊ പറയണം എന്താ? ഇപ്പൊ പ്രശ്നം ചെറുശ്ശേരി ഉസ്താദ് പ്രശ്നമുള്ള. ഈ ചെറുശ്ശേരി ഉസ്താദ് വഫാത്തായി കഴിഞ്ഞാലോ അല്ലാഹ്, ചെറുശ്ശേരി ഉസ്താദ് ആരായിരുന്നു? വലിയും മിൻ ഔലിയാ ഇല്ലാ, അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ വലിയാണ്. ആദ്യത്തെ സുവനീർ ഓല വകയായിരിക്കും, ഫസ്റ്റ് സ്മരണിക ഓലാണ് അല്ലേ? വഫാത്തായി കഴിഞ്ഞ ഒരാളാണ്. അപ്പൊ കാളമ്പാടിസ്ഥാൻ നോക്കി നിങ്ങള്, കാളമ്പാടിസ്ഥാനെ കുറിച്ച് ഉള്ളവർ വന്നത് കാളാന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഇപ്പൊ പറഞ്ഞാ കാളമ്പാടിസ്ഥ വലിയ പണ്ഡിതനായിരുന്നു, വലിയ മഹാനായിരുന്നു. മരിക്കണം എന്ന വലിയ മഹാനാണ്. കൂട്ടരെ മരിച്ചതിന്റെ ശേഷമല്ല, ജീവിക്കുന്ന കാലത്ത് തന്നെ അവരെ ബന്ധപ്പെടാനും അവരുടെ പൊരുത്തം വാങ്ങാനും അവരുടെ കുരുത്തം വാങ്ങാനും ശ്രമിച്ചോ. അതാണ് പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഏകമാർഗം. ജീവിക്കുന്ന കാലത്ത് അവരെ വെറുപ്പിച്ചിട്ടോ അവരെ വേദനിപ്പിച്ചിട്ട് അവരെ കുറ്റപ്പെടുത്തിയിട്ട് അവരെ പരിഹസിച്ച് പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തിട്ടോ അവർ വഫാത്തായതിനു ശേഷം പിന്നെ കുറെ മദ്ഹ് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട കാര്യമാ. കണ്ടോ ഇപ്പൊ ശിഹാബ് തങ്ങളെ കുറിച്ചൊക്കെ, പഴയ കാലത്ത് ശിഹാബ് തങ്ങളെ കുറിച്ച് സുബ്ഹാനല്ലാഹ് എന്തൊക്കെയാ ഒരു കാലത്ത് പ്രസംഗിച്ചത്. ഇപ്പൊ ശിഹാബ് തങ്ങൾ വലിയ മഹാനാ, ശിഹാബ് തങ്ങൾ അല്ലാഹുവിന്റെ സ്ഥാനമുള്ള വലിയ പണ്ഡിതനാ. ഇപ്പൊ ശിഹാബ് തങ്ങൾ ഉഷാറായി. ഒരു കാലത്ത് ശിഹാബ് തങ്ങളെ കുറിച്ച് എന്തൊക്കെ എഴുതിയത് മാത്രമല്ല, ശിഹാബ് തങ്ങളുടെ മുഖം തലക്കീയായി പ്രസിദ്ധീകരിച്ചില്ലേ. നമുക്കെത്ര വേദനയുണ്ട്. പാണക്കാട്ടെ തങ്ങളുടെ ശിരസദാ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ തലക്കീയായിക്കൊണ്ട് പ്രസിദ്ധീകരിക്കുന്നു. പാണക്കാട്ടെ തങ്ങളെ അവരെ പ്രസിദ്ധീകരണത്തിന്റെ കവർ പേജിൽ തന്നെ തലക്കീയായിക്കൊണ്ട് പ്രസിദ്ധീകരിച്ചു. ഇത് കണ്ടവിടുത്തെ മുസ്ലിമീങ്ങൾ മാത്രമല്ലല്ലോ, ആ മുസ്ലിമീങ്ങൾ പോലും വേദനിച്ചില്ലേ. ആ മുസ്ലിമീങ്ങൾ പോലും പറഞ്ഞില്ലേ, ദൈവമേ ആരാണ് പാണക്കാട്ടെ തങ്ങളുടെ മുഖം ഇவ்விதം വികൃതമാക്കിയിരിക്കുന്നത്. പാണക്കാട്ടെ തങ്ങളെ തലക്കീയായിക്കൊണ്ട് പ്രസിദ്ധീകരിക്കുക.
എത്ര വേദന ഉണ്ടാക്കുന്ന വിഷയമായിരുന്നു, എത്ര പ്രയാസമുണ്ടാക്കുന്ന കാര്യമായിരുന്നു. അത് കഴിഞ്ഞു മാസങ്ങൾ പിന്നിട്ടപ്പോഴേക്കല്ലേ പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളെ കഷ്ണം കഷ്ണമാക്കി ചിത്രീകരിച്ചുകൊണ്ട് പാണക്കാട്ടെ തങ്ങളുടെ തലയതാ കഷ്ണങ്ങളാക്കി മുറിച്ചുകൊണ്ടതാ വീണ്ടും കളർ ഫോട്ടോ പ്രസിദ്ധീകരിക്കുന്നു. അതൊക്കെ ഉണ്ടായില്ലേ? ഇതൊക്കെ കേരളത്തിൽ നടന്നതല്ലേ? പാണക്കാട്ടെ തങ്ങളെ എത്രത്തോളം വേദനിപ്പിച്ചു പോയി, പാണക്കാട്ടെ കുടുംബത്തിന് എന്തൊക്കെ പറഞ്ഞ് കളിയാക്കിപ്പോയി. ഇപ്പോഴതാ അൽഹംദുലില്ലാഹ് പറയാൻ തുടങ്ങിയിരിക്കുന്നു, പാണക്കാട്ടെ തങ്ങന്മാര് നല്ലവരാ. ഇപ്പൊ പറഞ്ഞറിയോ, ഹൈദരലി ശാബ്ദം ശരിയല്ല, അതിന് മരണപ്പെട്ടെന്നാവും. ഇപ്പൊ അടുത്ത് പ്രസംഗിച്ചല്ലോ കാന്തപുരം. കേരളത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നത്തിന്റെ പിന്നിലെ കാരണക്കാരൻ സയ്യിദ് ഹൈദരലി ശാബ് തങ്ങളാണ്. ഹൈദർ തങ്ങൾ വഫാത്തായാലോ പടച്ചമ്പുരാനെ ഹൈദർ തങ്ങളെ പോലെ മഹാണ്ടോ കണ്ണങ്ങള് പാണക്കാട്ടെ തങ്ങളെ മുഖം കാണിച്ചിരിക്കുന്നത്. അവരെ പ്രസിദ്ധീകരണത്തിന്റെ കവർ ചട്ടയിൽ കണ്ടോ? കഷ്ടമായി. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെയല്ലേ ചെയ്തിരിക്കുന്നത്? സയ്യിദുനാ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞല്ലേ, ഉർകുബു മുഹമ്മദൻ ഫീ അഹ്ലി ബൈത്തി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ ബഹുമാനിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്, ഗൗനിക്കേണ്ടത് തന്റെ കുടുംബത്തിന്റെ വിഷയത്തിലാ. റസൂലുള്ളാഹി എന്ന് പറഞ്ഞല്ലേ, അല്ലാഹ ഫീ അഹ്ലി ബൈത്തി. എന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ നിന്ന് അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ലോകം കണ്ട മഹാന്മാർക്കൊക്കെ ഉണ്ടായ ഗുണമെന്താ? ഹുബ്ബ് ആലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ കുടുംബത്തെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതല്ലേ. ലോകം കണ്ട മഹാനായ പണ്ഡിതൻ സയ്യിദുനാ ഇമാമുന ഷാഫിഈ തങ്ങളുടെ ഏറ്റവും വലിയ ഗുണമെന്താ? റസൂലുള്ളാഹിന്റെ കുടുംബത്തെ ഏറെ ഇഷ്ടപ്പെട്ടു, ആലിമീങ്ങളേറെ ബഹുമാനിച്ചു എന്നുള്ളതല്ലേ. ഇവർക്കുള്ള ഗുണമെന്താ? ഈ ആലിമീങ്ങളെ അവരെ ചീത്ത പറഞ്ഞു, പാണക്കാട്ടെ തങ്ങന്മാരെ കുറ്റപ്പെടുത്തി. എന്നിട്ട് ഇപ്പൊ പറയണവരൊക്കെ നല്ലവരാണ്. ഷംസുലുമയെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു കേട്ടോളൂ. ഇപ്പൊ പറയുന്നു ഷംസുൽ വലിയ മഹാനാണ്. പറയട്ടെ, ഷംസുലുലമയെ ഷംസുൽ പ്രൊട്ടക്ഷൻ കൊടുക്കുകയും കാവൽ നിൽക്കുകയും ചെയ്ത കാന്തപുരം ഉസ്താദിൽ നിന്ന് അടർത്തി മാറ്റി തങ്ങളുടെ അസൂയയും അഹന്തയും തങ്ങളുടെ കാപട്യങ്ങളും ചെലവാക്കാൻ മുസ്ലിം സമുദായത്തിൽ വ്യക്തിത്വമുള്ള ഒരു പണ്ഡിതൻ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി ആ ഷംസുലുലമയെ ബലിയാടാക്കുകയായിരുന്നു ഈ കക്ഷികൾ. ഇത് ശരിക്കും മനസ്സിലാക്കിയത് ആരാണ്? എസ്കക്കാരന്റെ ഭാഷയിൽ തന്നെ ഞാൻ പറയട്ടെ, കറാമത്തുള്ള പണ്ഡിതനായ ശംസുൽ ഉലമാ. ആര്? കറാമത്തുള്ള പണ്ഡിതനായ ശംസുൽ ഉലമാ. കണ്ടോ, നിങ്ങളെ നാവ് കൊണ്ട് ഇപ്പൊ അല്ലാഹു പറയിപ്പിച്ചു. ഈ സാധു കർണാടകയിൽ പോയി പ്രസംഗിക്കുകയാണ്. ഇയാൾ വിചാരിച്ചെന്താ കർണാടകയിലല്ലേ, കേരളത്തിൽ നമ്മളറിയില്ലല്ലോ. സഖാഫി ആ കാലൊക്കെ കഴിഞ്ഞു. കർണാടകയിൽ പ്രസംഗിക്കുമ്പോൾ തന്നെ കേരളത്തിൽ കിട്ടുന്ന കാലഘട്ടമാ. കർണാടകയിൽ പോയിട്ട് പറയുന്നു, ശംസുൽ ഉലമ ഞങ്ങളുടെ ആളാ, കറാമത്തുള്ള മഹാനാ. പറയട്ടെ, അങ്ങനെ പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ വന്നുപോകുന്ന സല്ലത്തുകൾ, അവരുടെ പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ വരുന്ന കാലിടർച്ചകൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹ് കഴുകിക്കളയുന്നതാണ്. ഓ മുസ്ലിംകളെ, മഹാനായ ശംസുൽ ഉലമയുടെ പേരും പറഞ്ഞ് ഇനിയൊരു മുസ്ലിമിന്റെ രക്തം ഈ രാജ്യത്ത് ചിന്താൻ പാടില്ല. ആരാ സഖാഫി ചിന്തിക്കളഞ്ഞത്? ഞങ്ങളാണോ? അല്ലല്ലോ. ഈ കക്കാര് ശരിയല്ല, ഈ കെ വിഭാഗം ശരിയല്ല എന്ന് പറഞ്ഞിട്ടല്ലേ മഹല്ലിൽ ഭിന്നിപ്പുണ്ടാക്കിയത്, എന്ന് പറഞ്ഞിട്ടല്ലേ മദ്രസ വേറെ ഉണ്ടാക്കിയത്. ഈ കെ എന്ന് പറഞ്ഞ് ആ മഹാനെ തരം താഴ്ത്തിയത് നിങ്ങളല്ലേ. ശംസുൽ ഉലമയുടെ പേരും പറഞ്ഞുകൊണ്ടൊരു മഹല്ലത്തിനും ഇനി അടിയുണ്ടാകാൻ പാടില്ല. ആരാ സഖാഫി അടിയുണ്ടാക്കിയത്? ഞങ്ങളല്ലല്ലോ. ശംസുൽ ഉലമ ശരിയല്ല, ഈ കക്കാര് ശരിയല്ല എന്ന് പറഞ്ഞ് അടിയുണ്ടാക്കിയത് നിങ്ങളല്ലേ.
മരിക്കുന്നതിന് മുമ്പ് മഹാനായ ശംസുൽ ഉലമ ഈ രാജ്യത്തെ മുസ്ലിങ്ങളോട് ഞാനിതിൽ നിന്ന് ഒഴിവാണ്. എന്താ പറഞ്ഞത്? ശംസുൽ ഉലമ മരിക്കുന്നതിന് പുറത്ത് ഞാൻ സമസ്തയിൽ നിന്ന് ഒഴിവാണ്. അത് ആരോടാണോ പറഞ്ഞാണോ? ശംസുൽ ഉലമ പറഞ്ഞത് കേട്ടില്ല നിങ്ങൾ? ഒന്നിനും കേൾപ്പിക്കുന്നത്. ഞാനിതിൽ നിന്ന് ഒഴിവാകല്ലത്തിനും ഇനി അടിയുണ്ടാകാൻ പാടില്ല. കാരണം മരിക്കുന്നതിന് മുമ്പ് മഹാനായ ശംസുൽ ഉലമ ഈ രാജ്യത്തെ മുസ്ലിങ്ങളോട് ഞാനിതിൽ നിന്ന് ഒഴിവാണ് എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് മരിച്ചുപോയത്. സുബ്ഹാനല്ലാഹ്, ഹദാ ബുഹ്താനുൻ അലീം. ആരോടാ സഖാഫി ശംസുൽ ഉലമ പറഞ്ഞത്? നിങ്ങളെപ്പോ വിളിച്ച് പറഞ്ഞതാണോ? ശംസുൽ ഉലമ മരിക്കാൻ കിടക്കുന്ന സമയത്ത് പറഞ്ഞുവത്രേ, ഞാൻ സമസ്തയിലില്ല. പിന്നെ ആരപ്പാണ് മറ്റാളപ്പ? ശംസുൽ ഉലമ, കറാമത്തുള്ള ശംസുൽ ഉലമ. കറാമത്തുള്ള ശംസുൽ ഉലമ മരിക്കുന്ന സമയത്ത് പറഞ്ഞുവത്രേ, ഞാൻ ഇതിന്ന് ഒഴിവാ. സുബ്ഹാനല്ലാഹ്, എന്തിനാ സഹോദരങ്ങളെ ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ശംസുൽ ഉലമ വഫാത്തിന്റെ സമയത്ത് കൂടെയുണ്ടായിരുന്നവർക്കറിയില്ലേ? തന്റെ ശിഷ്യഗണങ്ങൾക്കറിയില്ലേ? തന്നെ സ്നേഹിച്ച തന്റെ പ്രസ്ഥാനത്തെ സ്നേഹിച്ച ആളുകൾക്കറിയില്ലേ? അവസാന സമയം വരെ സമസ്തയ്ക്ക് വേണ്ടി ശബ്ദിച്ച് അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ടല്ലേ ശംസുൽ ഉലമ വിട പറഞ്ഞത്? ഇപ്പം പറയാ ശംസുൽ ഉലമ ഞങ്ങളാളാണ്. നിങ്ങൾ എന്താ ആദ്യം പറഞ്ഞത്? അത് ഓർമ്മ വേണം. അതെന്താ പറഞ്ഞത്? ശംസുൽ ഉലമക്ക് വഴി പിഴച്ചുപോയി. ഇപ്പൊ പറയുന്നതോ ശംസുൽ ഉലമ ഞങ്ങളാളാണ്. ഇനി കണ്ണിയത്ത് ഉസ്താദോ? കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് ഇപ്പൊ പറയുന്നത് വലിയ മഹാൻ. കണ്ണിയത്ത് ഉസ്താദ് ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാത്ത മഹാനാണ്. വലിയ സൂക്ഷ്മത കൈവരിച്ച മഹാനാണ് കണ്ണിയത്ത് ഉസ്താദ്. ആര് പറയുന്നു? ഇപ്പൊ ഇവരുടെ വാടക പ്രഭാഷകന്മാർ പറയുന്നു കണ്ണിയത്ത് ഉസ്താദ് വലിയ മഹാനാണ്. പിന്നെ എന്തിനാ കൂട്ടരങ്ങൾ പോയത്? എന്തിനാണ് വേറെ സമസ്ത ഉണ്ടാക്കിയത്? കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റ് ആകുമ്പോഴല്ലേ നിങ്ങളൊരു സമസ്ത ഉണ്ടാക്കിയിട്ട് ആ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരാൾ അവരോധിച്ചത്? ശംസുൽ ഉലമ ജനറൽ സെക്രട്ടറി ആകുമ്പോഴല്ലേ അത് ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ജനറൽ സെക്രട്ടറി ആയിക്കൊണ്ട് വേറെ സമസ്ത ഉണ്ടാക്കിയത്? എന്നാ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞോട്ടുള്ളൂ. ഇപ്പം നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അല്ലാഹു ദറജ ഉയർത്തിക്കൊടുക്കട്ടെ, ജീവിതത്തിൽ ഏറ്റവും വലിയ സൂക്ഷ്മത കാണിച്ച പണ്ഡിതനാണ്. അതേ ആ പണ്ഡിതനെക്കെതിരിലാണ് നിങ്ങൾ കേസ് കൊടുത്തതും. ജീവിതത്തിൽ വലിയ സൂക്ഷ്മത പാലിച്ച മഹാനാണ് കണ്ണിയത്ത് ഉസ്താദ്. ആ കണ്ണിയത്ത് ഉസ്താദിനെയാണ് ഒന്നാം പ്രതിയാക്കി കേസ് കൊടുത്തത്. പറയട്ടെ കണ്ണിയത്ത് ഉസ്താദിന്റെ മഹത്വം. കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവചരിത്രം പറയുന്നത് അവിടുന്ന് മിസ്കാത്ത് ഓതിക്കൊടുത്തിട്ടില്ല. എന്റെ കാരണം അർത്ഥം വെക്കാനും വിശദീകരിക്കാനും കഴിയാഞ്ഞിട്ടല്ല. ഒരു ഗുരുമുഖത്തിൽ നിന്ന് മിസ്കാത്ത് ചൊല്ലിപ്പഠിക്കാൻ അവസരം കിട്ടാത്തതുകൊണ്ട് ആ മിസ്കാത്ത് ഒരു കുട്ടിക്ക് കണ്ണിയത്ത് ഉസ്താദ് ഓതിക്കൊടുത്തില്ല. ഇത്രത്തോളം സൂക്ഷ്മത കാണിച്ച കണ്ണിയത്ത് ഉസ്താദ്. അതേ ആ കണ്ണിയത്ത് ഉസ്താദിനില്ല നിങ്ങൾ ഒന്നാം പ്രതിയായി കേസ് കൊടുത്തത്. എത്രത്തോളം മിഷ്കാത്ത് കണ്ണിയത്ത് ഉസ്താദ് ഓതിക്കൊടുക്കാതിരിക്കാൻ കാരണമെന്താ? സഖാഫി പറഞ്ഞില്ലേ, മിഷ്കാത്ത് ഓതിക്കൊടുക്കാൻ അറിയാത്തത് കൊണ്ടല്ല, മിഷ്കാത്ത് നേരിട്ടൊരു ഉസ്താദിന് നോതാത്തത് കൊണ്ട്. ഇനി ഓതിക്കൊടുക്കുമ്പോ അറിയാതൊരു തെറ്റ് സംഭവിച്ചു പോയാലോ? ഇത് ചിന്തിച്ച കണ്ണിയത്ത് ഉസ്താദ് മിഷ്കാത്ത് പോലും ഓതിക്കൊടുത്തിട്ടില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ കണ്ണിയത്ത് ഉസ്താദ് ഒരു തെറ്റ് ചെയ്യുമോ? ആ കണ്ണിയത്ത് ഉസ്താദ് ശരിയല്ലെന്ന് പറഞ്ഞിട്ടല്ലേ കണ്ണിയത്ത് ഉസ്താദിന് കേസ് കൊടുത്തത്? സുബ്ഹാനല്ലാഹ്, കോടതിയിൽ കേസ് ഫയൽ ചെയ്തപ്പോ ഈ വിവരം കണ്ണിയത്ത് ഉസ്താദ് അറിഞ്ഞപ്പോ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച കണ്ണിയത്ത് ഉസ്താദ്, അല്ലാഹുവിനെ ഏറെ അടുത്തുപോയ കണ്ണിയത്ത് ഉസ്താദ്, ജീവിതത്തിൽ എപ്പോഴും ഇബാദത്തിൽ കഴിഞ്ഞുപോയ കണ്ണിയത്ത് ഉസ്താദ് തനിക്കതിൽ കേസ് കൊടുത്തു എന്നുള്ള വിവരം കേട്ടപ്പോ സുബ്ഹാനല്ലാഹ് പൊട്ടിപ്പൊട്ടി കരഞ്ഞു പോയില്ലേ?
തന്റെ കൂടെയുള്ളവരോട് പറഞ്ഞില്ലേ, എന്നെ പോലീസ് വന്ന് പിടിച്ചു കൊണ്ടുപോകുമോ? ഉസ്താദിന്റെ പേടി എന്താ? എന്നെ കൊണ്ടുപോയി ജയിലിലിട്ടാൽ എന്റെ ഗൾഫിലേക്കുള്ള പോക്ക് മുടങ്ങുമല്ലോ, പിരിവ് മുടങ്ങുമല്ലോ. ഇതല്ല കണ്ണിയത്ത് ഉസ്താദ് ചിന്തിച്ചത്. മറിച്ച് കണ്ണിയത്ത് ഉസ്താദ് ചിന്തിക്കുന്നു, അല്ലാ, എന്നെ കൊണ്ടുപോയി ജയിലിലിട്ടാൽ, എന്നെ കൊണ്ടുപോയി തടവറയിലാക്കിയാൽ എന്റെ ഇബാദത്തുകൾക്ക് കോട്ടം വരുമല്ലോ, കിതാബ് ഓതി കൊടുക്കാൻ കഴിയില്ലല്ലോ, ദർസ് നടത്താൻ കഴിയില്ലല്ലോ. ഇതാലോചിച്ച് കണ്ണിയത്ത് ഉസ്താദ് പൊട്ടിപ്പൊട്ടിക്കരഞ്ഞുപോയി. ആ കണ്ണിയത്ത് ഉസ്താദിലെ കോഴിക്കോട് ചൂണ്ട് ദുആ ചെയ്തു, അല്ലാ, സമസ്തക്കെതിൽ കേസ് കൊടുത്തവരുടെ മുഖം കെടുത്തണേ അല്ലാ. അള്ളാഹുലേക്കടുത്തൊരു മഹാൻ അങ്ങനെ ചോദിച്ചാൽ പുണ്യനബി എന്തേ പറഞ്ഞത്? ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹ് രേഖപ്പെടുത്തിയില്ലേ, വഇൻ സഅലനി, എന്നോടെങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ ലഉതിയന്നഹു, കൊടുക്കുക തന്നെ ചെയ്യുമെന്നല്ലേ. ഉസ്താദ് വാർക്കുന്നു, പടച്ചവരെ സമസ്തക്കെതിൽ കേസ് കൊടുത്തുള്ള മുഖം കെടുത്തണേ അല്ലാഹ്. അതെന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതല്ലേ സംഭവിച്ചത്? അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, സമസ്തന്റെ ആലിമീങ്ങൾ ശരിയല്ല, അവർക്ക് സുന്നത്തേമാത്തില്ല. കണ്ണിയത്ത് ഉസ്താദിന്റെ ശംസുലിന്റെ പോക്ക് ശരിയില്ലെന്ന് പറഞ്ഞിട്ട് ഒരു മേനോൻ സമസ്ത ഉണ്ടാക്കിയ ആളുകൾ ഇപ്പൊ പറയുന്നു കണ്ണിയത്ത് ഉസ്താദ് വലിയ മഹാനാണ്, ശംസുൽ വലിയ മഹാനാണ്. അപ്പൊ ഒന്നാമത്തെ പ്രശ്നം വരുന്നത് ബിദ്അത്തുകാരുമായിട്ടുള്ള ബന്ധം. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ പ്രശ്നം പറഞ്ഞാ, സമസ്ത ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ വാലാട്ടിയാണ്. എന്തായാലും കാരണം പറഞ്ഞത്, സമസ്ത ലീഗിന്റെ പിന്നാലെയാണ്. സമസ്തക്ക് അന്നും ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്, ഇന്നും ഒരു നിലപാടുണ്ട്. സമസ്ത അവിടുന്ന് ഇവിടുന്ന് മാറിയിട്ടില്ല. അതെല്ലാവർക്കും അറിയുന്ന കാര്യം. അതെന്താ നിലപാട്? എല്ലാവർക്കും അറിയുന്ന നിലപാടാണല്ലോ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് വിധേയത്വമോ വിദ്വേഷമോ ഇല്ല. മതപരമായിക്കൊണ്ട് ക്ഷീണം ചെയ്യാത്ത ഏത് പാർട്ടിയുമായിക്കൊണ്ട് സമസ്തയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രവർത്തിക്കാം, ഒരു പ്രശ്നമില്ല. അതല്ലേ സമസ്ത നിലപാട്. എന്നല്ലാതെ സമസ്തയുടെ ഔദ്യോഗികമായിക്കൊണ്ടൊരു വ്യക്തിക്ക് ഔദ്യോഗിക സമസ്തയുടെ പദവി വെച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ ബന്ധമല്ല. അതോടൊപ്പം തന്നെ സമസ്തയുടെ പ്രസിഡന്റിന് ഏത് പാർട്ടിയുടെ ആവാം, സെക്രട്ടറിക്ക് ഏത് പാർട്ടിയുടെ ആവാം, ഒരു കുഴപ്പമില്ല. പക്ഷെ സമസ്തന്റെ ബോർഡും വെച്ചിട്ട്, സമസ്തന്റെ പേരും വെച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന പാർട്ടി ആവണം ഇത് പറയാൻ പറ്റില്ല. എന്നാൽ അതിന്റെ പേരിൽ സമസ്തയിൽ പോയാൽ എന്താ ചെയ്തത്? അയാൾ പിന്നെ രാഷ്ട്രീയം കളിക്കല്ലേ. അയാൾ തെരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെ പറയും നമ്മളെ വോട്ട് കൊണ്ട് എല്ലാവരും ജയിക്കാം. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടെ ചോദിക്കും നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്യണത്? അതൊക്കെ നമ്മളെ അനുയായികൾക്ക് അറിയുന്നതാണ്. തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞിട്ട് ഫലം വന്നു കഴിഞ്ഞാലോ, അതാണ് നമ്മളോട് കളിച്ചാൽ അങ്ങനെ ഉണ്ടാവും. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രത്തിലുള്ള എട്ടുകാലി മുമ്മുഞ്ഞിന്റെ അവസ്ഥ. എട്ടുകാലി മുന്നിങ്ങനെ ഓരോ കുട്ടികളുണ്ടാകുമ്പോൾ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാകും, നമ്മളോട് കളിച്ചാൽ ഒക്കെ നമ്മളെ കുട്ടികളാ. ഫലം വന്നവരാണ്. അപ്പൊ കണ്ടില്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ 2 മണ്ഡലങ്ങൾ ഏറെ ചർച്ച ചെയ്യുന്ന 2 മണ്ഡലങ്ങൾ. ഒന്നാണ് നിങ്ങളെ മണ്ഡലമായ പൊന്നാനി മണ്ഡലം. ഈ പൊന്നാനി മണ്ഡലത്തിൽ അവരെന്താ ചെയ്തത്? പ്രത്യക്ഷമായി തന്നെ ഒരു വ്യക്തിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങിയില്ലേ? വോട്ട് പിടിക്കാൻ ഇറങ്ങിയത് മാത്രമല്ല, ഇവരെ പ്രസിദ്ധീകരണത്തിന് എഴുതി എന്തറിയോ? ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി കണ്ണിയത്ത് ഉസ്താദിന്റെ സ്ഥാനാർത്ഥി എഴുതിയത്. ഹുസൈൻ രണ്ടത്താണി കണ്ണിയത്ത് ഉസ്താദിന്റെ സ്ഥാനാർത്ഥി. എന്നിട്ടോ പിന്നെ അവരെഴുതിയെന്താ? 72,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി ജയിക്കും. 72,000 വോട്ടിന്റെ ഭൂരിപക്ഷം. എത്ര കറക്റ്റ് ആക്കണമെങ്കിൽ 70,000 അല്ല, 80 അല്ല, പിന്നെ 72,000 വോട്ട്. ഞാനൊക്കെ അങ്ങനെ ആലോചിച്ചു, റബ്ബേ കണക്ക് ഇത്ര കറക്റ്റായിട്ട് അങ്ങനെ കിട്ടിയത്. 72,000 വോട്ടെന്നൊക്കെ പറഞ്ഞ ചെറിയ വിഷയമല്ലോ. ഇവരെ കൂട്ടത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ ഹുസൈൻ രണ്ടത്താനെ കണ്ടപ്പോ പറഞ്ഞു, വാ എം പി ആണെന്നും തന്നെ എം പി എന്ന് വിളിക്കും ചെയ്തു. പിന്നെ ഉറപ്പായല്ലോ, സ്വപ്നോടെയല്ലേ, പറയും വേണ്ട അല്ലേ? എല്ലാവർക്കും അറിയില്ലേ എത്ര പള്ളികളിലാണ് ഖുത്ബിയത്ത് നടന്നത്, എത്ര പള്ളികളിലാണ് നാരിയ സ്വലാത്ത് ചൊല്ലിയത്, എത്ര പള്ളികളിലാണ് സ്വലാത്ത് ചൊല്ലിയത്. എന്തിനു വേണ്ടിയാ? ഈ രണ്ടത്താണ്ട് വിജയത്തിന് വേണ്ടി. ഫലം വന്ന് നോക്കുമ്പോഴോ സാധുപോയി.
അതല്ല ഉണ്ടായത്. പക്ഷെ തെരഞ്ഞെടുത്ത് വന്ന് പറഞ്ഞെന്താ, ഞങ്ങൾ അങ്ങനെ ആര് വോട്ട് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുമല്ല ഹുസൈൻ രണ്ടത്താണി. മലപ്പുറത്ത് വെച്ച് നിങ്ങൾക്ക് അറിയില്ലേ, മലപ്പുറം സലാത്ത് നഗറിലല്ലേ ഒരു ഭാഗത്ത് ഹുസൈൻ രണ്ടത്താണിയും ഇരുത്തി, ഒരു ഭാഗത്ത് ടി കെ ഹംസയും ഇരുത്തി കാന്തപുരം പ്രസംഗിച്ചത്. സുന്നികളെ കത്തികൊണ്ട് കുത്തിയവരെ വിരലുകൊണ്ട് കുത്തണമെന്ന് പ്രസംഗിച്ചത്. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല, ജയിച്ചാലോ ഞങ്ങളാണ്. ഇപ്പൊ കണ്ടില്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ജയിച്ചു. 24 സീറ്റ് മത്സരിച്ച് മുസ്ലിം ലീഗ് 20 സീറ്റും ജയിച്ചു. അപ്പൊ ഒരു രംഗത്തുനിന്ന് പറഞ്ഞെന്താ, മുസ്ലിം ലീഗ് ജയിച്ചോടത്തൊക്കെ ജയിച്ച് ഞങ്ങൾ വോട്ടുണ്ടാ. എത്ര സ്ഥലത്ത് അവർ മുസ്ലിം ലീഗ് വോട്ട് ചെയ്യാറുള്ളത്? അവനാണ് മണ്ഡലം ചിന്തിച്ച പോരെ അല്ലെ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 24 സീറ്റിൽ ലീഗ് മത്സരിച്ചപ്പോൾ 20 സീറ്റിൽ ലീഗ് ജയിച്ചു. ജയിച്ചപ്പോ ഇവർ പറഞ്ഞെന്താ, ലീഗ് ജയിച്ചോടത്തൊക്കെ ജയിച്ചത് ഞങ്ങളുടെ വോട്ടുകളാണ്. തോറ്റെടുത്തോ അവന് ചോദ്യമില്ല, തോൽക്കാനുള്ള കാരണം ചോദിക്കരുത്, ജയിച്ചോടത്തൊക്കെ മൂപ്പര് വോട്ടുണ്ടാകും. നീ നോക്കിക്കോളി, 16-ാം തീയതി റിസൾട്ട് വന്നാൽ 17-ാം തീയതി പത്രസമ്മേളനം നടത്തും. അവിടെ ജയിച്ചത് നമ്മൾ വോട്ടുണ്ട്, ഇവിടെ ജയിച്ചത് നമ്മൾ വോട്ടുണ്ട്. തോറ്റെടുത്തോം ചർച്ച കേട്ടോളൂ. നിങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നമ്മൾ പുറത്തു പോയതൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വിടുകയാണ്. കേട്ടോളൂ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, 24 സീറ്റിൽ മുസ്ലിം ലീഗ് മത്സരിച്ചു, 20 സീറ്റിൽ ജയിച്ചു, എത്ര സ്ഥലത്താണ് നിങ്ങളെ വോട്ടുകൊണ്ട് ലീഗ് ജയിച്ചത്? അപ്പൊ ഇയാള് പറയേണ്ടത് എന്താ, കുറെ സ്ഥലങ്ങൾ ഞങ്ങൾ വോട്ടുകൊണ്ട് ജയിച്ചു എന്നല്ലേ പറയേണ്ടത്. ഇയാള് മൊത്തം പറയണ്ടേ. ഞാൻ പറഞ്ഞു, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രത്തിലുള്ള 8 കാലി മുന്നിന്റെ അതേ കേട്ടോ. 24 സീറ്റിൽ മത്സരിച്ചു, 20ഇടത്ത് ലീഗ് വിജയിച്ചു. എത്രയിടത്ത് കാന്തപുരത്തിന്റെ ശക്തിയാൽ ലീഗ് ജയിച്ചു? ഞങ്ങളുടെ ശക്തിയാൽ തന്നെയാണ് ലീഗ് ജയിച്ച എല്ലാ മണ്ഡലങ്ങളും. ഞങ്ങളെ ശക്തി ലീഗ് ജയിച്ചു കൊടുത്തൊക്കെ. ഇപ്പൊ എന്റെ മണ്ഡലം മണ്ണാർക്കാട്, ഇവിടൊക്കെ ഇവർ വോട്ട് ചെയ്തെന്ന് പറഞ്ഞാല് അവിടൊക്കെ അവർ വോട്ട് ചെയ്യുന്ന ഒരു മനുഷ്യൻ വിശ്വസിക്കില്ല. കാരണം അവിടെ അങ്ങനെയാണ്. ലീഗ് അടുക്ക മൂലരെടുത്തിട്ട് അവർ ഒരു പരിപാടിയിൽ മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധി പങ്കെടുക്കൂല. എനിക്കറിയാം, എന്റെ മണ്ഡലത്തിൽ മണ്ണാർക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധിയും അവർ ഒരു പരിപാടിയിലും പങ്കെടുക്കില്ല. അത്ര സ്ട്രോങ് ആണ് അവിടെ ലീഗ്. അവരോട് അടുക്കാൻ സമീപിക്കും. എന്നിട്ട് എല്ലായിടത്തും അവിടെ ജയിച്ചതാരാ? എൻ ഷംസുദ്ദീൻ. ഇന്ന് കേരള നിയമസഭയിൽ 1ാമനായി മാറി. ഇവരെ ഒരു വോട്ടുണ്ടായിട്ടില്ല. മുമ്പ് പറഞ്ഞാ ജയിച്ചു കൊടുത്തൊക്കെ ജയിച്ചത് നമ്മൾ വോട്ടുകൊണ്ടാണ്. പറയട്ടെ, ഞങ്ങളെ ശക്തി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ 1-2 സീറ്റ് അവർക്ക് കിട്ടുമായിരുന്നു. അല്ല, പരസ്യമായി ഞങ്ങൾ അതിനെ എതിർത്തിരുന്നുവെങ്കിൽ 2 അല്ലെങ്കിൽ 3 സീറ്റിൽ കവിഞ്ഞ് അവർക്ക് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. ഇവരെതിർത്തില്ലെങ്കിൽ ആകെ കിട്ടുക 2-3 സീറ്റ്. ഏതാണോ ഈ 2 സീറ്റ്? ഇത് കേട്ടപ്പോ റിപ്പോർട്ട് ചാനലിന്റെ അവതാരകൻ വേണുവിന് തന്നെ അത്ഭുതം തോന്നി. വേണു അല്ലേ തന്നെ ഒരു ജാക്കി വെച്ചെടുക്കുന്ന ആളാണ്. ഇയാൾ ഇത്ര പൊന്നെന്ന് വേണു വിചാരിച്ചത്. വേണു ചോദിച്ചു ആകെ 2 സീറ്റ് വെച്ചു. അപ്പൊ ഇയാൾ ഏറി വന്ന 3 സീറ്റ്. ഒരു പ്രതീക്ഷയുമില്ല. ആകെ 2 സീറ്റിൽ ജയിക്കും, 2-3 സീറ്റിൽ ജയിക്കും എന്ന് പറയുമ്പോൾ UDF അധികാരത്തിൽ പോലും വരില്ലായിരുന്നു. ഉറപ്പ്. ഞാൻ ഈ പറയുന്നത് വേണുവിനെ ചെറിയുണ്ട്. കാരണം ഞാൻ വെച്ച ജാക്കിനേക്കാളും വലിയ പന്ത്രണ്ടാണ് പൊന്നിരിക്കുന്നത്. ഇയാൾ വോട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ വർഷം UDF അധികാരത്തിൽ പോലും വരില്ലായിരുന്നു. ഇവിടുത്തെ CPM-ന്റെ ആളുകൾ മനസ്സിലായിക്കോളെ ഇയാളെ കടുത്ത വഞ്ചന. ഞാൻ ചോദിക്കട്ടെ, ഇയാൾ വോട്ടുകൊണ്ട് ജയിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടി കെ ഹംസ ജയിക്കണ്ടേ? കാരണം എന്താ, ടി കെ ഹംസ മത്സരിക്കണമെന്ന് പറഞ്ഞെന്താ, ഞാൻ APC-ന്റെ മത്സരിച്ചത് അല്ലേ? അയാൾ പത്രസമ്മേളനം നടത്തി. അയാൾ അങ്ങനെ പത്രസമ്മേളനം നടത്തിയാണ് മത്സരിച്ചത്. നിങ്ങൾ കണ്ടില്ലേ അയാൾ പത്രസമ്മേളനം നടത്തിയത്? അയാൾ പത്രസമ്മേളനത്തിൽ അയാൾ പരസ്യമായിട്ട് പറഞ്ഞു. അപ്പൊ ഈ സാധു വിചാരിച്ചറിയോ, ഇയാൾ ഒരു തെരഞ്ഞെടുപ്പിൽ KP മജീദുമായിട്ട് ഏറ്റുമുട്ടി ഇയാൾ ജയിച്ചു. ചക്കട്ടപ്പ് മൊയിലിട്ടി എന്ന് പറഞ്ഞാൽ എന്തോ കാരണങ്ങളെ കൊണ്ടൊക്കെ ജയിച്ചതാണ്. അപ്പോ AP വിളിച്ചിട്ട് പറഞ്ഞു, ഹംസാക്ക നിങ്ങൾ ജയിച്ച് നമ്മളെ വോട്ടുണ്ടാണ്. അപ്പൊ ഹംസാക്ക പിറ്റേ തെരഞ്ഞെടുപ്പ് തീരുമാനിച്ചിട്ടുണ്ടാ പിന്നെ ഉസ്താൻ വോട്ടുണ്ടല്ലോ ജയിച്ചത്. ഇക്കൊല്ലം അത് തുറന്നു പറഞ്ഞേക്കാം. എന്താ പറയാ, ഞാൻ APC. ഹംസാക്ക അതങ്ങ് തുറന്നു പറഞ്ഞോണ്ട് ഉള്ള വോട്ടും പോയി. ജയിച്ചില്ലെങ്കിലും പോട്ടെ, ഉള്ള വോട്ട് കിട്ടണ്ടേ? കേട്ടോ ത്തിന്റെ കൊടിയുയർത്തി മലപ്പുറത്ത് ടി കെ ഹംസ നാടകീയമായി പ്രഖ്യാപിച്ചത് താനൊരു കാന്തപുരം സുന്നിക്കാരനെന്നാണ്. പിണറായി അടക്കം പല CPM നേതാക്കൾക്കും കാന്തപുരവുമായി അടുത്ത ബന്ധമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞുവച്ചു.
കാന്തപുരം വിഭാഗമായിട്ട് അടുപ്പം മാത്രമല്ല, ഞാനൊരു AP സുന്നിയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ AP സുന്നിയാണ്. നിങ്ങളെ ഇപ്പൊ ചെറു ഹംസാക്കളെ ചോദിക്കുകയാണെങ്കിൽ AP സുന്നിയാണ്. ഹംസാക്ക കണ്ടൊരു കാലി കയറല്ലേ ചോദിച്ചു മേലെ ചോദിച്ചുകൊണ്ട് വേറെ തരാം ഹംസാക്ക. കാരണം എന്താ? ഇയാൾ ഹംസാക്കാനെ പറ്റിച്ചാണേ. ഹംസാക്കാനെ കണ്ടപ്പോ പറഞ്ഞു ഹംസാക്ക നമ്മളോട്ട് നിൽക്കുന്നതാണ്. ഇയാമിനെ കണ്ടപ്പോഴോ അയമാക്ക നമ്മളോട്ട് നിൽക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടല്ലേ ഹംസാക്കാനെ സമീപിച്ചു. ഒരു സത്യധാരയുടെ അഭിമുഖത്തിന് വേണ്ടി ഹംസാക്കാനെ സമീപിച്ചപ്പോ ഹംസാക്ക പറഞ്ഞാ അയാൾ കടുത്ത മുനാഫിക്കെന്നാണ്. ഹംസാക്ക പറഞ്ഞു അയാളൊന്നും സ്വർഗത്ത് പോരട്ടോ, ഏപ്പിന് സ്വർഗത്ത് പോകില്ല. അയാളൊക്കെ പോകണേ ഞാനൊക്കെ പോയിട്ട് ഒരു കട്ടൻചായം കുടിച്ചിട്ട് ദിനേശ് പിടിയിങ്ങനെ വരിക്കുമ്പോ ഇയാൾ കടന്നീ കന്നു പറഞ്ഞത്. കാരണം ഹംസാക്കൊക്കെ ഇയാളെ ശരിക്കും മനസ്സിലായി. പക്ഷെ ഇനി ഇയാളെ മനസ്സിലാക്കാൻ കഴിയാത്ത ചില ആൾക്കാരുണ്ട്. ഇയാളെ പിന്നാലെ ഇയാളെ മനസ്സിലാക്കാൻ കഴിയാത്തവർ, അല്ലെങ്കിൽ മനസ്സിലായിട്ടും മനസ്സിലാകാത്തവർ നടക്കുന്ന ആൾ. അവരൊക്കെ കാലം അവരെ കൊണ്ട് മനസ്സിലാക്കാൻ ശരിക്കും രാഷ്ട്രീയ കളിച്ചത്. ഇനി നോക്ക് നിങ്ങൾ, ഇത് പറഞ്ഞതിന് ശേഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ വേണു ചോദിച്ചു 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണല്ലോ നിങ്ങൾ ആരപ്പാ നിൽക്കുക. അപ്പൊ അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തരംഗമായിരുന്നല്ലോ. അപ്പൊ ഇയാൾ മനസ്സിലാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF തരംഗമായിരിക്കും എന്നത് മുൻകൂട്ടി പറയാം, UDFന്റെ ഒപ്പം നിൽക്കുന്നത് പറയാം. അപ്പൊ ഇയാൾ പറഞ്ഞു ഞങ്ങൾ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ LDFന്റെ കൂടെ നിൽക്കാറില്ല. കഴിഞ്ഞ കൊല്ലം ഹുസൈൻ കണ്ടെത്താൻ മത്സരിച്ചിട്ടില്ല. ഇവിടെ ഹംസാക്ക കൊണ്ട് ഇവർ പ്രവർത്തിച്ചിട്ടില്ല. ഇവർ അന്നൊക്കെ ET മുഹമ്മദ് ബഷീറിനും അഹമ്മദിനു വേണ്ടി പ്രവർത്തിച്ചവരാണ് തോന്നിപ്പോ ഒരു സംസാരം കേട്ട. AP പറയാണ് ഞങ്ങൾ മുമ്പ് മുതൽക്ക് തന്നെ പണ്ട് മുതൽക്ക് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ UDFന്റെ കൂടെയാണ് നിൽക്കാറുള്ളത്, LDFന്റെ കൂടെ നിൽക്കാറില്ല. എന്നാ പിന്നെ എന്തിനാ നിങ്ങൾ TK ഹംസാക്ക മഞ്ചേരി ജയിച്ചപ്പോ നിങ്ങൾ എന്തിനാ SSFന്റെ കൊടിയും വെച്ച് പ്രകടനം നടത്തിയത്? എന്തിനാണത്? എന്തിനായിരുന്നു നിങ്ങൾ ഇവിടെ 72,000 ഭൂരിപക്ഷത്തിന് ഹുസൈൻ രണ്ടത്താണി ജയിക്കുമെന്ന് പറഞ്ഞത്? എന്തിനാണ് നിങ്ങളെ പ്രസിദ്ധീകരണത്തിൽ ഹുസൈൻ രണ്ടത്താനെ കുറിച്ച് കണ്ണിയത്തുസാന്റെ സ്ഥാനാർത്ഥിയെന്ന് പരിചയപ്പെടുത്തിയത്? കണ്ണിയത്തുസാന്റെ സ്ഥാനാർത്ഥിയെന്ന് പരിചയപ്പെടുത്തി. അതിൽ പറഞ്ഞെന്താ പരിചയപ്പെടുത്താൻ? കണ്ണിയത്തുസാദ് ആഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണത്രേ ഹുസൈൻ രണ്ടത്താനി മഹാദല്ലാഹ്. എന്നിട്ട് ആ വ്യക്തി പറയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പണ്ട് മുതൽക്കേ LDFനെ ഞങ്ങൾ പിന്തുണക്കാറില്ല. കാരണം എന്താ അറിയോ? അതിനധികം കാരണം പറയുന്നില്ല. കാരണം എന്താ? LDF ലോക്സഭയിൽ പോയിട്ടൊരു കാര്യമില്ല, ഒരു മന്ത്രിസഭയിൽ ചേർന്നില്ല, മന്ത്രിസഭയെ പിന്തുണക്കുന്നില്ല. അഥവാ പിന്തുണച്ചത് പിൻവലിക്കുകയും ചെയ്യാണ്. പിന്നെ അവിടെ പോയിട്ടെന്താ കാര്യം? 19 MP ലോക്സഭയിൽ പോയിട്ട് വല്ല ഗുണമുണ്ടായോ എന്നാണ് ചോദിക്കുക. ഹംസാക്ക് ഉൾപ്പെടെയുള്ള 19 ആളുകൾ ലോക്സഭയിൽ പോയിട്ട് ഇവിടെ കേരള സമുദായത്തിന് എന്ത് ഗുണമാണ് ഉണ്ടായത്? അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ UDFനെയാണ് പിന്തുണക്കാറുള്ളത്. ഇയാളപ്പ പറഞ്ഞു തെരഞ്ഞെടുപ്പ് വരുമ്പോഴോ ഞങ്ങളുടെ നയം ഞങ്ങൾ സർക്കുലർ മുഖേന അണികളെ അറിയിക്കുന്നതാണ്. സർക്കുലർ എന്താ അറിയിച്ചത്? ഈ മണ്ഡലത്തിൽ എന്താ അറിയിച്ചത്? ഇൻഷാ അല്ലാഹ് ഫലം വരുമ്പോൾ അറിയാം. ഫലം അനുകൂലമായി കഴിഞ്ഞാൽ ഞങ്ങൾ ഔട്ടുണ്ട്, പ്രതികൂലമായാലോ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അത് ഞങ്ങൾ അങ്ങോട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു സമുദായത്തെ പറ്റിക്കുന്ന, സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന നാലാംകിട രാഷ്ട്രീയക്കാരന്റെ സ്വഭാവമാണ് ഇയാൾ അല്ലേ? ഇയാൾക്ക് പറ്റുന്നറിയോ? SNDPന്റെ വെള്ളാപ്പണ്ടപ്പം ചെയ്യാൻ ഏറ്റവും സുഖം. രണ്ടും ചേരും, രണ്ടും ഒരേ സാധനം. വെള്ളപ്പണി ഇതേപോലെ തന്നെയാണ്. അയാളെ തെരഞ്ഞെടുപ്പ് ഞാൻ പറയും നമ്മളെ വോട്ടാണ്, നമ്മളെ വോട്ട് കൊണ്ടാണ് അവർ ജയിച്ചത്. ആരാ ജയിച്ചെങ്കിൽ എളുപ്പം കൂടെ. അതൊരു സ്വഭാവം. ഇതൊക്കെ തലയിൽ കെട്ടും കെട്ടിട്ട് വേണ്ടിയതിനാ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കുറിച്ച് രാഷ്ട്രീയം ആരോപിച്ച് കടന്നു വന്ന ഈ വ്യക്തി ഇപ്പോൾ തന്നെ രാഷ്ട്രീയമല്ലേ കളിച്ചുകൊണ്ടിരിക്കുന്നത്? രാഷ്ട്രീയക്കാരെ പോലും നാണിപ്പിക്കുന്ന രീതിയല്ലേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കണ്ട നിങ്ങൾ ഏറ്റവും ഒടുവിൽ മോഡിക്ക് വേണ്ടി ഇപ്പൊ ചാലക്കുടി മണ്ഡലത്തിൽ കേരളത്തിലേറെ ശ്രദ്ധേയമായൊരു മണ്ഡലമായിരുന്നല്ലോ ചാലക്കുടി മണ്ഡലം. അവിടുത്തെ BJPയുടെ ഫ്ലക്സ് ബോർഡിൽ BJPയുടെ പ്രചരണ മേഖലകളിൽ അവർ പലരുടെയും ഫോട്ടോ കൊടുത്തിരുന്നു. മോഡിയെ അഭിനന്ദിച്ച ആളുകൾ, മോഡിയെ പുകഴ്ത്തിയ ആളുകൾ. ഇതിലൊന്നാരാ? അവിടുത്തെ ഒരു അച്ഛൻ. മറ്റൊന്നാരാ? ഇവിടുത്തെ ഒരു അച്ഛൻ, കാന്തപുരം AP ബുക്രോസ്.
മോഡിയെ പുകഴ്ത്തിയ ആളുകൾ ബിജെപിക്കാര് അവരെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയ ആളുകളുടെ പേരിൽ ഒന്ന് സാക്ഷാൽ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്തിനാണ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ ഗുജറാത്തിൽ സമ്മേളനം വെച്ചത്? എന്തിനാണ് ഗുജറാത്തിൽ സമ്മേളനം വെച്ചത്? ഗുജറാത്തിൽ കാന്തപുരമായിട്ട് സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന വ്യക്തിയാരായിരുന്നു? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഗുജറാത്തിൽ നടക്കുമ്പോ മോഡിക്കെതിരെ എല്ലാവരും ശക്തമായ രംഗത്ത് നിന്നപ്പോ മോഡി കോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ അവിടുത്തെ ഏക മുസ്ലിം പണ്ഡിതനാണ് കാന്തപുരത്തിന്റെ സമ്മേളനത്തിലെ മുഖ്യാതിഥി. നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഈ ബന്ധം എന്നൊക്കെ. എന്താണ് ഈ ബന്ധം? കഴിഞ്ഞ ഗുജറാത്തിലെ നിയമസഭാ സമ്മേളനത്തിൽ മോഡിക്ക് അനുകൂലമായി ഫത്വ കൊടുത്ത ഏക മുസ്ലിം പണ്ഡിതനാണ്. ഇപ്പോൾ കാന്തപുരം ഗുജറാത്തിൽ സമ്മേളനം നടത്തിയപ്പോൾ ആ സമ്മേളനത്തിലെ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് അവർ റിപ്പോർട്ട് കൊടുത്തു. ഇയാളെ പോക്ക് എവിടേക്കാണ്? കേരള കൗമുദിന്റെ കയ്യിലുണ്ട്. കേരള കൗമുദിയിൽ കാന്തപുരത്തോട് ചോദ്യമുണ്ട്, നിങ്ങൾ ബിജെപിയെ പിന്തുണക്കുമോ? എന്തായിരുന്നു മറുപടി? ഞങ്ങൾക്ക് ആരെന്നാണ് ആനുകൂല്യം കിട്ടുന്നത് അവരൊപ്പൊക്കെ കൂടുന്നു. ബിജെപിന്റെ ഒപ്പം കിട്ടിയാൽ കൂടും. മോഡിന്റെ അടുത്ത് കോടി കിട്ടിയാൽ മോഡിന് പിന്നാലെ. ഏതായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കാന്തപുരത്തുള്ള ചോദ്യം കേട്ടോളൂ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഒരു പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബലപരീക്ഷണം നേരിടേണ്ടി വരുന്ന ഘട്ടമാണ്. ലീഗ് അവിടെ ഒരു പ്രധാനിയല്ല. ഏറിയാൽ 1 അല്ലെങ്കിൽ 2 സീറ്റുകളിലാണ് ലീഗ് മത്സരിക്കുക. പ്രധാനമായും ഉമ്മൻചാണ്ടി പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് കാന്തപുരത്തിലാണ്. പിണറായിക്ക് പറയുന്നത് ഉമ്മൻചാണ്ടി പ്രതീക്ഷിക്കുന്നത് കാന്തപുരത്തെയാണ്. വേണം ജാക്കിട്ടെടുക്കണം നമ്മളെ തന്നെയാ. പിണറായിക്ക് പറയേണ്ടി വന്നതുപോലെ ഉമ്മൻചാണ്ടിക്കും പറയേണ്ടി വരുമോ? അദ്ദേഹം അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ തീർച്ചയായും ഞങ്ങൾ അങ്ങനെയാണ്. പണ്ട് തന്നെ ഞങ്ങൾ LDF-നോട് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ നിൽക്കാതിരിക്കാൻ കാരണം നിങ്ങൾ മന്ത്രിസഭയിൽ ചേരുന്നില്ല, മന്ത്രിസഭയെ പിന്തുണക്കുന്നുമില്ല, പിന്തുണച്ചത് പിൻവലിക്കുകയും ചെയ്തു. ഇനി നിങ്ങൾ അവിടെ പോയിരുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കണ്ടോ LDF-ന്റെ ആളുകൾ ലോകസഭയിൽ പോയിട്ട് ഒരു കാര്യമില്ല. ഓരോ മഞ്ചേരിത്തോട്ട് വെറുതെ MP-മാർ അവിടെ പോയി ഇരുന്നിട്ട് അവരുടെ ശബ്ദം ഞങ്ങൾ ഇന്ന് വരെ 5 കൊല്ലത്തിനിടയിൽ കേട്ടിട്ടില്ല. 19 MP-മാരവിടെ പോയിരുന്നിട്ട് ഇന്നേ വരെക്കൊരു ശബ്ദം ഞങ്ങൾ കേട്ടിട്ടില്ല. പിന്നെ എന്തിനാ കൂട്ടരെ 8 മണ്ഡലത്തിൽ നിങ്ങള് LDF വോട്ട് ചെയ്യാൻ പറഞ്ഞത്? എന്തിനാണ് ആ സർക്കാർ അയച്ചത്? അപ്പൊ ശരിക്കൊരു രാഷ്ട്രീയക്കാരനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയക്കളിയുമായിട്ട് സമസ്തക്ക് രാഷ്ട്രീയം ആരോപിച്ചാള് ഇന്ന് രാഷ്ട്രീയമായിട്ട് എവിടെ നിൽക്കുന്നു മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞു. ഞാനിലേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, കേരളത്തിലെ മുസ്ലിമീങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ കീഴിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമ്പോ ഈ സമസ്ത എന്ന സംഘശക്തിയെ തകർക്കാൻ വേണ്ടി ഇയാൾ കണ്ടെത്തിയ മാർഗമായിരുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വിദഗ്ധാരോപണവും 2 രാഷ്ട്രീയ ആരോപണവും. ഇന്നെവിടെ എത്തി എന്നുള്ള രംഗമാണ് നിങ്ങൾ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്തു, അല്ലാഹുവേ ഇവർ മുഖം കെടുത്തനെ ശരിക്കത് അനുഭവിച്ചു. ഇപ്പൊ കണ്ടോ, ഇപ്പൊ ഒരു അവസ്ഥ ഇപ്പൊ കളിച്ച് എവിടെത്തി? പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടായി കളി. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ എല്ലാ കഥകൾ പറഞ്ഞ് കെട്ടുകഥകൾ നിർമ്മിച്ചുണ്ടാക്കി ഒരു മുടി കൊണ്ടുവന്നിട്ട് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രചരിപ്പിച്ചു. അല്ലേ? ആ മുടിയുമായിട്ട് വല്ല ബന്ധമുണ്ടോ? റസൂലുള്ളാഹിയുമായിട്ട് വല്ല ബന്ധവും ആ മുടിക്കുണ്ടോ? ഒരു ബന്ധമില്ല. മുടി കഴിഞ്ഞപ്പോൾ പിന്നെ പൊടി കൊണ്ടുവന്നു. മുടി കുറെ കൊണ്ടുവന്ന് പിന്നെ പൊടി കൊണ്ടുവന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴോ പൊടി കഴിഞ്ഞപ്പോൾ പിന്നെ ചട്ടി കൊണ്ടുവന്നു. ഇപ്പൊ ചട്ടിന് അഡ്രസ്സില്ല. ചട്ടി കൊടുത്തുന്നൊരു കൂട്ടര്, കൊടുത്തിട്ടില്ല മർക്കസ് തന്നെ ഉണ്ടൊരു കൂട്ടര്, എന്തായാലും പുറത്ത് കിടക്കുന്നില്ല. ചട്ടി എന്ത് ചട്ടി? റസൂലുള്ള കുടിച്ച ചട്ടിയാണ്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ള കുടിച്ച ചട്ടി. നോക്കുമ്പോഴോ നല്ല അറേബ്യൻ ലിപികളും ജൂതന്മാരുടെ ലോകവുമുള്ള ചട്ടി. അതിലത്ര റസൂൽ ആ കാണുന്ന ചട്ടി റസൂലുള്ള വെള്ളം കുടിച്ച ചട്ടിയാന്നാ പറയുന്നത്. റസൂൽ കുടിച്ചു എന്ന് മാത്രമല്ല പറഞ്ഞത്, ഈ ചട്ടിക്ക്, ഏത് ജൂതന്മാരുണ്ടാക്കി ഈ ചട്ടിക്ക് ഇബ്രാഹിം മക്കാമിനേക്കാൾ പുണ്യുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കണം. ഹജ്ജിന് പോയവർക്കറിയില്ലേ,
പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുന്നിലുള്ള ആ ഇബ്രാഹിം മഖാമില്ലേ വത്തഖദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ലാ. ആ ഇബ്രാഹിം മഖാമിനേക്കാൾ പുണ്യമുള്ളതാണ് ഈ ചട്ടി എന്നവർ പ്രസംഗിച്ചു പോയി. ഈ ചട്ടി ജൂതന്മാരുണ്ടാക്കിയ ചട്ടിക്കാണത്രേ ഇബ്രാഹിം മഖാമിനേക്കാൾ പുണ്യമുള്ളത്. കേൾക്കുന്നു നിങ്ങൾ കാന്തപുരം പി ബക്കർ മുസ്ലിം പറയുന്നത്. അതിനിടക്ക് നമ്മുടെ സംഘാടകർ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. നിങ്ങളാൽ കഴിയുന്നൊരു സംഖ്യ സ്വാഭാവികമായിട്ട് നമ്മുടെ പരിപാടിക്ക് വലിയ ചെലവ് വരുമെന്ന് എല്ലാവർക്കും അറിയാം. നല്ലൊരു സംഖ്യ എല്ലാവരും സംഘാടകർ കൊടുത്ത് സഹായിക്കണം. നമ്മുടെ കയ്യിൽ മുടിയില്ല, പൊടിയില്ല, മോടിയുടെ കോടിയില്ല, ചട്ടിയില്ല, പാത്രമൊന്നുമില്ല. നമുക്കുള്ളത് ഈ നിലക്കുള്ള പാവങ്ങളായ ആളുകളുടെ സഹായങ്ങൾ മാത്രമാണ്. എല്ലാവരും കഴിവിന്റെ പരമാവധി കൊടുത്തുകൊണ്ട് സഹായിക്കണം. പറട്ടെ, കാന്തപുരം ചട്ടിയെ കുറിച്ച് പറയട്ടെ. 1000 മടങ്ങ് മഹത്വമുണ്ട് പാനപാത്രത്തിനെന്ന് ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആളില്ല. തിരുകേശത്തിന് പിന്നാലെ പ്രവാചകന്റെ പാനപാത്രവും വിവാദമാക്കാൻ ചില സംഘടനകളും മാധ്യമങ്ങളും ശ്രമിക്കുകയാണ്. കഅബയ്ക്ക് സമീപത്തെ മക്കാമുൽ ഇബ്രാഹിമിനേക്കാൾ 1000 മടങ്ങ് മഹത്വമുണ്ട് പാനപാത്രത്തിനെന്ന് കാന്തപുരം പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലുകൊണ്ട് ചവിട്ടി എന്ന ഒറ്റ കാരണം കൊണ്ട് അത് വലിയ മഖാം, അതിന് മഹത്വമുണ്ട്. അതിനേക്കാൾ എത്ര ആയിരം ഇരട്ടി അല്ലാഹുവിന്റെ ഹബീബ് കുടിച്ച പാത്രത്തിന് ഉണ്ട്. എന്ത്? കാന്തപുരത്തിന്റെ കൈവശമുള്ള ആ പാത്രം റസൂലുള്ള കുടിച്ച പാനപാത്രമാണ്. അതിന് ഇബ്രാഹിം മഖാമിനേക്കാൾ 1000 ഇരട്ടി 10 മടങ്ങ് പ്രതിഫലമുണ്ട്. എന്നാ പിന്നെ കൂട്ടരെ, നിങ്ങൾ എന്തിനാ ചട്ടിപ്പൊക്കെ മറച്ചു വെക്കുന്നത്? ആ ചട്ടി കൊടുക്കുന്നത് ചട്ടി. അത് കഴിഞ്ഞപ്പോഴേക്ക് ഇതാ വേറെ വന്നിരിക്കുന്നത് എന്താ? ഖാലിദ് റളിയല്ലാഹുവിന്റെ ജുബ്ബ. സുബ്ഹാനല്ലാഹ്, ഖാലിദ് റളിയല്ലാഹുവിന്റെ ജുബ്ബ. ഖാലിദ് റളിയല്ലാഹു യുദ്ധത്തിൽ അണിഞ്ഞിരുന്ന ജുബ്ബയുണ്ടല്ലോ, ആ ജുബ്ബയും ഇപ്പോൾ കാന്തപുരത്തിന്റെ കൈവശമുണ്ടത്രേ. ഇനി അത് മുഖ്യ വെള്ളവും വരും. എന്തൊക്കെ വെള്ളമായി? മുടിയിട്ട വെള്ളം, പൊടിയിട്ട വെള്ളം, ചട്ടിയിലൊഴിച്ച വെള്ളം, ജുബ്ബ മുഖ്യ വെള്ളം. SSF എല്ലാ സ്ഥലത്തും ഒരു യൂണിറ്റിൽ ഒരു സ്റ്റാള് തുടങ്ങും. എന്താ? ഓരോ കുപ്പിയിൽ വെള്ളം ഉണ്ടാവും. ഇതെന്താ? ഇത് മുടി ജ്യൂസ്, ഇത് പൊടി ജ്യൂസ്, ഇതോ ചട്ടി ജ്യൂസ്, ഇതോ ജുബ്ബ ജ്യൂസ്, പിന്നെ ഒന്നുകൂടി ഉണ്ട് താടി രോമം. നിങ്ങൾ ആലോചിക്കുന്നു, ഒരു മടിയില്ലാത്തൊരു സാധനങ്ങളെ കൊണ്ടുവന്ന മുടി തന്നെ ഒരു തീരുമാനത്തിന് മുമ്പ് പൊടി, അപ്പോഴേക്ക് ചട്ടി, ജുബ്ബ. ആളുകളെ പറ്റിക്കാൻ ഒരു മടിയുമില്ലാത്ത ആളുകൾ. എന്നിട്ടോ അതിനു വേണ്ടി സിന്ദാബാദ് ചെറുക്കാൻ കുറെ കുട്ടികൾ. ഇതിന് തെളിവ് അത് ചോദിക്കാൻ പറ്റൂല. ഖാലിദുല്ലാന്റെ ജുബ്ബയാണ് എനിക്ക് എന്താ തെളിവ്? ചോദിക്കരുത്. എവിടെ നിന്ന് കിട്ടി? ചോദിക്കരുത്. ഉസ്താദ് കൊണ്ടുവന്ന സ്വീകരിച്ചുകൊള്ള. കേട്ടോളൂ. ഇവന് ബേജാറുകൊണ്ട് മരിക്കാൻ തയ്യാറായിക്കോട്ടെ. ഖാലിദ് ബിൻ വലീദ് യുദ്ധം ചെയ്യുമ്പോൾ ധരിച്ച കുപ്പായം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ കയ്യിലുണ്ട്, വർക്കത്തിലുണ്ട്. നിങ്ങൾക്ക് അവളെ കാണിച്ചതാ. അല്ലാഹു തൗഫീഖ് ചെയ്തെങ്കിൽ നമുക്ക് അടുത്ത സമയത്ത് പ്രത്യക്ഷപ്പെടുത്താം. പ്രത്യക്ഷപ്പെടുത്തിയിട്ടില്ല, പ്രത്യക്ഷപ്പെടുത്താറ് നിർത്തിക്കാണ്. എന്തായിപ്പോ? ഖാലിദ് റളിയല്ലാഹു അൻഹു ധരിച്ച ജുബ്ബ. ഇനിയോ റസൂലുള്ളാഹിന്റെ താടി രോമം കിട്ടിയില്ല. റസൂലുള്ളാഹിന്റെ താടി രോമം. പണ്ടൊരു സാധു താടി രോമം പറഞ്ഞിട്ട് അയാൾ ഒരുപാട് കരഞ്ഞു വേണം പറഞ്ഞു. അയാൾക്ക് 4 അടി കിട്ടിയപ്പോൾ മുങ്ങി, അയാളെ കാണാനില്ല. ഇപ്പതാ കാന്തപുരം തന്നെ പറയുന്നു, എനിക്കിതാ പുതുതായിട്ട് താടി രോമവും കിട്ടിയിരിക്കുന്നു. ആരുടെ താടി രോമം? മുത്തുനബിന്റെ താടി രോമവും ഇയാളെ കൈവശം. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഗൗരവത്തോടെ ചിന്തിക്കുക. അള്ളാന്റെ റസൂലിനെ കൊണ്ടല്ലേ കളിക്കുന്നത്? കുഞ്ഞിനബിയുടെ തിരുസാപത്തിനെ കൊണ്ടല്ലേ കളിക്കുന്നത്? ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും എങ്ങനെയാ ഒരു വിശ്വാസിക്ക് മിണ്ടാതിരിക്കാൻ കഴിയുക? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുമ്പോ, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഇല്ലാത്തത് പറയുമ്പോ അരുത് സഹോദര, അരുതെന്ന് പറയേണ്ട ഒരു ബാധ്യത, ധാർമ്മികമായ ഉത്തരവാദിത്വം നമുക്കില്ലേ? ഇതേ സമസ്ത ചെയ്യുന്നുള്ളൂ.
ഇതേ കേസ് ചെയ്യുന്നുള്ളൂ. ഇത് പ്രശ്നമുണ്ടാക്കലല്ല. പുണ്യനബിയെ സമൂഹമധ്യ അവഹേളിക്കുമ്പോ, പുണ്യനബിയെ സമൂഹമധ്യ ചൂഷണത്തിന് വിധേയമാക്കുമ്പോ തിരുത്തിക്കൊടുക്കൽ നമ്മുടെ ബാധ്യതയല്ലേ? ഇത് തിരുത്തിക്കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ മറുപടി പറയേണ്ടി വരില്ലേ? അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഈ വിഷയത്തെക്കുറിച്ച് നമുക്കൊരു സംവാദം നടത്താറ്. പറയുന്നത് തയ്യാറായില്ല. നമ്മളൊന്ന് ഈ പ്രശ്നം അങ്ങനെ വിവാദമായി നടക്കണ്ട. ഈ പ്രശ്നം അവസാനിക്കാൻ നിലക്ക് പല സ്ഥലത്തും നമ്മൾ വെല്ലുവിളിച്ചു. ഒരു സംവാദത്തിനുണ്ടോ? അവസാനം ഒരു തയ്യാറായി. മണ്ണാർക്കാട് ഒരു സംവാദത്തിന് തയ്യാറായി. എന്താ മണ്ണാർക്കാട് സംവാദത്തിന് തയ്യാറായത്? എന്താ അതിന്റെ കാരണമുണ്ടായത്? മണ്ണാർക്കാട് പള്ളിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ബഹുമാനനായ പട്ടിക്കാട് ജാമ്യാനൂർ അറബിക് കോളേജിൽ ഉസ്താദ് കൂടിയായ ഷെയ്ഖുന AP മുഹമ്മദ് മുസ്ലിയാർ, അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ് മാഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. AP ഉസ്താദിനെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഇവരൊരു പണ്ഡിതൻ പ്രസംഗിച്ചപ്പോൾ അതിന് മറുപടിക്ക് സാധുവായി ഞാൻ പോയി. അവിടെ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഈ മുടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചുള്ള കേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല. അതാണ് നമ്മളെ വാദം. തങ്ങളത് അല്ല. ആണെന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ സംവാദത്തിന് തയ്യാറാണ്. അപ്പൊ അവരുടെ ജില്ലാ കാളി അടക്കം ആ നാട്ടുകാരനാണ്. അതോടൊപ്പം അവരുടെ ഉജ്ജ്വല പ്രഭാഷകൻ ഏലംകുളം റഷീദ് സഖാഫി ആ നാട്ടിലെ മുദരിസുമാണ്. അപ്പൊ അവരുടെ വലിയ പണ്ഡിതന്മാരൊക്കെയുള്ള നാടാണ്. അപ്പൊ റഷീദ് സഖാഫി പിറ്റേ ദിവസം മറുപടി പറഞ്ഞു, ഞാൻ തയ്യാറാണ്. ആ പ്രസംഗിച്ച് വാമൊഴി പോരാ, വരമൊഴിയായിട്ട് ഏത് നമ്മൾ പറഞ്ഞാ പോരാ, എഴുതി കൊടുത്തു. നമ്മൾ എഴുതി കൊടുത്തു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ച കേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല. ആണെന്ന് തയ്യാറുണ്ടെങ്കിൽ സംവാദത്തിന് തയ്യാറാകണം. ഇവര് തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ സംവാദത്തിനൊരുങ്ങി വ്യവസ്ഥക്ക് ഞങ്ങൾ ഇരുന്നു. വ്യവസ്ഥക്ക് എന്താ തർക്കമുണ്ടായ? നമ്മൾ പറയുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചുള്ള കേശങ്ങൾ റസൂലുള്ളാഹിന്റെതല്ല. അനി ഇവരെന്താ ഈ തരേണ്ടതപ്പോ? കാരന്തൂർ മർക്കസിൽ കാന്തപുരം AP അബൂബക്കർ സൂക്ഷിച്ച കേശങ്ങൾ റസൂലുള്ളാഹിന്റെത് ആണ് എന്നല്ലവർ എഴുതേണ്ടത്. ഇവർ ജന്മന ചെയ്തില്ല. ഇവർ പറഞ്ഞു കാരന്തൂരിൽ സൂക്ഷിക്കപ്പെട്ട തിരുകേശങ്ങൾ ആദരിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ബർക്കത്തെടുക്കൽ പ്രാമാണിക വിരുദ്ധമല്ല. മർക്കസിലെ തിരുകേശമാണോ അല്ലേ? അതല്ലേ തർക്കം. റസൂലുള്ളാഹിന്റെത് ആണോ അല്ലേ ആണോ തർക്കം. ആണെങ്കിൽ പിന്നെ ആദരിക്കണോ? ആർക്ക് തർക്കമുള്ളത്? ആണെങ്കിൽ ബഹുമാനിക്കണം? ആർക്ക് തർക്കമുള്ളത്? നമുക്ക് തർക്കമുള്ളത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ ആദരിക്കുന്ന വിഷയത്തിൽ നമുക്ക് യാതൊരു തർക്കമില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു, നിങ്ങൾ ആണോ അല്ലേ? ഞങ്ങളെ വാദം അല്ല എന്നാണ്. ആണെന്നുണ്ടെങ്കിൽ അതിന് മറുവാദം എടുക്കണം. നമ്മുടെ ആവശ്യപ്പെട്ടു നോക്കുമ്പോൾ അവരുടെ കൂട്ടത്തില് ആ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടി വന്നൊരു സക്കാഫി, റഷീദ് സക്കാഫി ഏലമുള്ളമായിരുന്നു, വെല്ലുവിളി ഏറ്റെടുത്തു. പക്ഷെ അദ്ദേഹം മുണ്ടിയില്ല. പിന്നെ പകരം വന്നതാരാ? പകരം വന്ന് വേറെ സക്കാഫിയാണ്. റഷീദ് സക്കാഫി ഉണ്ട്, അയാൾ മുണ്ടലില്ല. അയാൾ 10,000 കുതിരശക്തി എന്നൊക്കെ പറഞ്ഞ വ്യക്തി 10,000 വോട്ടിന് അര കുതിരശക്തി പോലും ഉണ്ടായില്ല. അയാൾ നീച്ചനല്ല. വല്ലാതെ പറഞ്ഞപ്പോൾ ഒരു ഒട്ടം വേണിയിട്ടിട്ട് അയാൾ വേറൊന്നും ദോഷം കൊണ്ട് പിന്നെ പിന്നെ വന്ന സക്കാഫി പറഞ്ഞു, ആണെന്ന് അല്ല എന്ന് സമർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അവരുടെ കഴിയില്ലൊക്കെ സംഭവത്തിൽ തെളിയിക്കാം. നിങ്ങളുടെ വ്യവസ്ഥ ഇതെന്താ? നിങ്ങളെ വാദം ഇത് എന്താ? നിങ്ങളെ വാദം മർക്കസിലെ കേശങ്ങൾ റസൂലുള്ളാഹിന്റേത് ആണ്. ആരെങ്കിലും അവിടത്തേത് തന്നെ അല്ല. എഴുതല്ലേ? എഴുതിക്ക്. ബേജാറാകണ. ഇയാള് ഞങ്ങള് വല്ലാതെ പറഞ്ഞു, അയാൾ അറിയാതെ പറഞ്ഞു റസൂലുള്ളാഹിന്റേത് തന്നെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞാൽ തന്നെ എഴുതി, പ്രശ്നം കഴിഞ്ഞു. അയാൾ ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് എഴുതി എന്ന് പറഞ്ഞപ്പോ എഴുതല്ലേ നമ്മളെ എഴുതിയത്? അവളെ എഴുതിക്ക്. അയാളല്ലേ എഴുതേണ്ടത്? എന്തെന്നെ പറയാൻ എഴുതൂല. അയാൾ വിഷയം മാറ്റം. അയാൾ പറഞ്ഞു, എന്താ പങ്കെടുത്ത ബേജാറ്? ഞമ്മക്കല്ലോ ബേജാറ്. നമ്മളെ വാദം എഴുതി. നമ്മളെന്താ എഴുതേണ്ടത്? അത് നബിന്റേത് അല്ല. ഇവരെന്താ എഴുതേണ്ടത്? ആണ്. ജന്മന എഴുതുക. കണ്ടോളൂ. എന്താണ് ടെൻഷൻ അടിക്കുന്നത്? ഞങ്ങൾ മുത്തുനബിയുടേതായതുകൊണ്ട് ആണെന്ന് മാത്രമല്ല, ആദരിക്കേണ്ടത് കൂടിയാണ്. ഞങ്ങളുടെ കയ്യിൽ ദഅവയുമുണ്ട്, സിയാദയുമുണ്ട്. സദിഖി ദഅവയുമുണ്ട്. ദഅവ വ സിയാദ മഅന. ആലോചിക്കി, നിങ്ങൾ ആലോചിക്കി. മുത്തുനബിയുടേതാണെന്ന് മാത്രം എന്തെന്നെ പറഞ്ഞാൽ അയാൾ
അവസാനം ഇയാൾ നമ്മളോട് ചോദിച്ചു, ഇപ്പോ നമ്മളെ വാപ്പാനെ കുറിച്ച് സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ, വാപ്പാനെ കുറിച്ച് ഒരാളെ വാപ്പാനെ കുറിച്ച് തർക്കത് വാപ്പയാണോ അല്ലേ, നമ്മൾ എന്താ ആദ്യം പറയേണ്ടത്? ആണെന്ന് പറയണം, അതല്ല ആദ്യം പറയേണ്ടത്. എന്നിട്ടല്ലേ തെളിവ് കിടക്കേണ്ടത്. എന്നിട്ട് വാപ്പയാണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ആദരിക്കുന്ന തർക്കമല്ലല്ലോ. ഇവര് പറഞ്ഞെന്താ, വാപ്പയാണോ അല്ലെ സംശയം വന്നാൽ 99% വാപ്പ അല്ലെങ്കിൽ പോലും. ഒരു മുടിയെ കുറിച്ച് പറഞ്ഞങ്ങനെ മണ്ണാർക്കാട് പറഞ്ഞെന്തറിയോ, ഈ മുടി 99% റസൂലുള്ളാഹിന്റെ അല്ലാന്ന് വെക്കുക, എന്നാലും 1% ആണെങ്കിലോ ഇവർക്ക് ഉറപ്പായി 99% അല്ലാന്ന് ഉറപ്പായി. ഇനി 1% ആണെങ്കിലോ നമ്മൾ പറഞ്ഞ ആണെങ്കിൽ കൂട്ടരെ ആദ്യം ആണെന്ന് എഴുതുക, എന്നിട്ട് തെളിവിലേക്ക് കിടക്കാം. ബാപ്പയാണോ അല്ലേ തർക്കമെന്നാൽ ആണെന്താ പറയാ, ഒരു അന്തസ്സുള്ള മോൻ എന്താ പറയാ, അതെന്റെ ബാപ്പയാണോ അറിയാം, എന്നിട്ടല്ലേ ആദരിക്കണോ വേണ്ട ചർച്ച. ആണെങ്കിൽ പിന്നെ ആദരിക്കുന്ന പക്ഷെ തർക്കമല്ലല്ലോ. ഇയാൾ ആ ഉദാഹരണം പറഞ്ഞപ്പോ നമ്മൾ അങ്ങനെ മറുപടി പറഞ്ഞപ്പോ അയാൾ അവസ്ഥ കാരന്തൂർ AP അബൂബക്കർ മുസ്ലിയാർ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ നിങ്ങൾ എഴുതിയത് വായിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ലെന്ന് ഞങ്ങൾ സമർത്ഥിക്കാൻ തയ്യാറാണ്. ഇതാണ് നിങ്ങൾ എഴുതി കൊടുത്ത വാദം. ഒരു സാധനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ല എന്ന് നിങ്ങൾ സമർത്ഥിക്കണമെങ്കിൽ ആകാനുള്ള സകല സാധ്യതകളും ബാത്തിലാക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. ആകാനുള്ള സകല ബാധ്യതകളും ഇല്ലായ്മ ചെയ്യൽ നിങ്ങളുടെ ബാധ്യതയാണ്. സമൂഹത്തിൽ ബുദ്ധിപരമായി വിഷയത്തെ ആലോചിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ഒരു സത്യമാണ് ഞാൻ പറയുന്നത്. ഇത് നിന്റെ ഉപ്പയല്ല എന്ന് പറയാൻ, ഉപ്പയാകാനുള്ള സകല സാധ്യതകളും ബാത്തിലാക്കാതെ തന്നെ നിങ്ങൾക്കിതിന് അവസരം ലോകത്ത് ജനങ്ങൾ അനുവദിച്ചു തന്നാൽ നാളെ തുടങ്ങൂലേ നിങ്ങൾക്ക് ഉറപ്പില്ലാത്തതൊന്നും ഇല്ലാത്തതാന്ന് പറയാൻ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ സംശയം വന്നാൽ നിങ്ങൾ അതിനെതിരിൽ ശബ്ദിക്കില്ലേ? കാരണം അല്ല എന്ന് സമർത്ഥിക്കാൻ ആകാനുള്ള സകല സാധ്യതയും ഇല്ലായ്മ ചെയ്യൽ അവന്റെ ബാധ്യതയാണ്. അല്ല എന്ന് പറയാൻ ആകാനുള്ള ഒരു സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയല്ല എന്ന് പറയും? കണ്ടോ, അല്ല എന്നെങ്ങനെ പറയാ? 99% അല്ലെങ്കിലും ആകാൻ ഒരു സാധ്യത ഉണ്ടെങ്കിലും. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അതൊക്കെ സമ്പാദിച്ച് ചോദിച്ചോളി, നിങ്ങൾ ഇപ്പൊ എഴുതി തരില്ല, എന്താ ആണ് നിങ്ങൾ എഴുതി തന്നാൽ മതിയായിരുന്നു. അപ്പോഴാണ് ഇയാൾ ബാപ്പാൻ ഉദാഹരണം പറയട്ടെ. അപ്പൊ നിങ്ങൾ കാരന്തൂർ മർക്കസിലെ തിരുശേഷം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതല്ല എന്ന് സമർത്ഥിക്കുമെങ്കിൽ ഞങ്ങൾ അനുവദിക്കില്ല. ഒരു സാധ്യത പോലും ഇല്ല എന്ന് സമർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അതാണ് നമ്മുടെ വിഷയം. ഇപ്പോഴും ഇസ്തിരിട്ട് കുറെ വാക്ക് പറഞ്ഞു എന്നല്ലാതെ മറുവാദം പറഞ്ഞില്ല. ഇത് നമ്മൾ ആവശ്യമുള്ളൂ. നിങ്ങൾ കുറെ വഴന്ന് പറയാനല്ല സഖാഫി, നമ്മൾ ശ്രദ്ധിക്കും. നമ്മുടെ ആവശ്യം മറുവാദം എഴുതില്ല. നിങ്ങൾക്ക് എന്താ പേടി? ഉപ്പയാണോ അല്ലെ സംശയിച്ചാൽ എന്റെ വാപ്പനെ കുറിച്ച് ഞാൻ അന്തത്തോടെ പറയുന്നത് എന്റെ വാപ്പയാണ് പറയും, എന്നിട്ട് അതിന് സംബന്ധം പറയും. നിങ്ങളെല്ലാവരും വാപ്പയാണ് വെച്ചാൽ വാപ്പയാണോ അല്ലേ, അതൊന്നും മുണ്ടൂല, അത് ഞങ്ങൾ മുണ്ടൂല. വാപ്പയാണോ അല്ല ഞങ്ങൾ മുണ്ടൂല. അല്ല വാപ്പ അല്ലെങ്കിൽ ഒരു ചെറിയ സാധ്യത വാപ്പനെ വൈക്ക് പൊയ്ക്കണമെങ്കിൽ ബഹുമാനിക്കണം, അതല്ല വിഷയം. വിശ്വസിക്കണം. വാപ്പയാണോ അല്ലേ തർക്കം വന്നാൽ ഒരു മകൻ, അന്തസ്സുള്ള മകൻ പറയും ഇതിന്റെ വാപ്പനാഥ് പറയും, എന്നിട്ടാണ് വാപ്പണിക്ക് തെളിവ് വയ്ക്കുക. അല്ല 99% വാപ്പ അല്ലെങ്കിലും ഇരിക്കട്ടെ, എന്റെ വാപ്പയ്ക്കാ 1% വാപ്പയ്ക്കോട്ടെ. പിന്നെ കുടുംബത്തിൽ സംശയം ആർക്കാ? ഇതൊക്കെ പറഞ്ഞിട്ടും എന്റെ പ്രിയപ്പെട്ടവര്, ഇതൊക്കെ പറഞ്ഞിട്ടും ഇവർ 3 മണിക്കൂർ സമയം ഇവരോട് നമ്മൾ ചോദിച്ചു, ഒന്ന് എഴുതി എന്തെഴുതണ്ടല്ലോ? കാരന്തൂർ മർക്കസിൽ കാന്തപുരം സൂക്ഷിച്ച കേശങ്ങൾ റസൂലുള്ളാഹിന്റേത് ആണ്, മതി. എഴുതൂല, കാരണം ഇവർക്ക് വിശ്വാസമില്ല. ഇവർക്ക് വിശ്വാസമില്ല എഴുതുള്ളൂ. അതിൽ പങ്കെടുത്ത ഒരാളാരാ? റഷീദ് സഖാഫി ആലമുളമാണ്. ആ റഷീദ് സഖാഫി ആലമുളത്തോട് നമ്മൾ ചോദിച്ചു, റഷീദ് സഖാഫി നിങ്ങളല്ലേ വെല്ലുവിളി ഏറ്റെടുത്താള്, ഒന്ന് എണീക്കുന്നത് പറയൂ, ഇത് റസൂലുള്ളാഹിന്റേതാണ്. പറയില്ല. ആ രംഗം നിങ്ങൾ കാണേണ്ടതാണ്. 3 മണിക്കൂർ സംവാദത്തിന്റെ CD എന്റെ പ്രിയപ്പെട്ട ഒരു സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുന്നു. നിങ്ങൾക്കത് ഇവിടെ കിട്ടും. നിങ്ങളൊരു കോപ്പി സംഘടനകളിൽ സമീപിച്ച
ആ 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സീഡ് നിങ്ങളൊക്കെ ഒന്ന് കാണേണ്ടതാണ്. നിങ്ങളത് AP വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കുക, അവർക്കൊരു കോപ്പി എടുത്തു കൊടുക്കുക, അവർ കാണട്ടെ. ഒഴിഞ്ഞിരുന്ന് കണ്ടാൽ അവർക്ക് മാർക്കും. കാരണം സ്വന്തം നേതാക്കന്മാർക്ക് നമ്മുടെ മുന്നിൽ വന്നപ്പോൾ അവിടെയുള്ള ആ കേശങ്ങൾ റസൂലുള്ളാഹിന്റെ ആണെന്ന് എഴുതാൻ കഴിയില്ല. കാരണം അവർക്കൊരു വിശ്വാസം. അതിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഈ തർക്കം കാണുന്ന റഷീദ് സക്കാഫിയാണ്. റഷീദ് സക്കാഫി നമ്മളത്തിന് അറിയാത്ത റസൂലുള്ളാഹിന്റെതല്ല, അയാൾ പലവട്ടം പറഞ്ഞതാണ്. അയാൾ പലവട്ടം ജിഷാൻമായുമായി കൊണ്ട് ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞു. എന്താ അയാൾ ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞത്? അവിടെയുള്ള മുടിക്ക് സനദില്ല, മാത്രമല്ല ജാലിവാലക്ക് ഗുലുവല്ലാഹു ഓതാൻ അറിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവരൊക്കെ പരസ്പരം ചർച്ച ചെയ്ത് ഇവർക്ക് തന്നെ ആ മുടിയിൽ വിശ്വാസമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അവിടെ സംവാദത്തിന് വന്നപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇവരുടെ സമ്പന്നതരായ നേതാക്കന്മാർ വന്നിട്ട് ഒരാൾക്ക് പോലും അത് റസൂലുള്ളാഹിന്റേതാണെന്ന് എഴുതാൻ കഴിഞ്ഞില്ല. 3 മണിക്കൂർ സമയം കൊടുത്തു. 3 മണിക്കൂറിന്റെ ഇറങ്ങിപ്പോയി എന്നല്ലാതെ അതുവരെ എഴുതാൻ തയ്യാറായില്ല. ഒരു വട്ടം എഴുതിക്കല്ലേ വെച്ചു. നിങ്ങൾ കണ്ടില്ല അന്ന് എഴുതിന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്താ തരം ബേജാറായിരിക്കാം. നമ്മൾ അല്ലാന്ന് സമർത്ഥിക്കാൻ തയ്യാറാണ്. റസൂലുള്ളാഹിന്റേതല്ല എന്ന് ഉറപ്പിക്കാനും അത് സമർത്ഥിക്കാനും നമ്മൾ തയ്യാറാണ്. അത് അല്ലാന്ന് തന്നെ നമ്മൾ എഴുതി കൊടുത്തു. ആണെന്ന് സമർത്ഥിക്കേണ്ടതും ആണെന്ന് എഴുതി തരേണ്ടതുമാരാ ഇവരാണ്. അവരുടെ ദയനീയമായ രംഗങ്ങൾ ഉൾക്കൊള്ളുന്ന CD നമ്മുടെ സംഘാടകർ നിങ്ങളെ കൊണ്ടുവരും. നിങ്ങളൊക്കെ ഒരു കോപ്പി ഇത് കൈപ്പറ്റുകയും നിങ്ങളൊക്കെ വീടുകൾ ഒഴിവുണ്ടാകുമ്പോൾ അത് കാണുകയും അതോടൊപ്പം തന്നെ പെട്ടുപോയ സഹോദരന്മാർക്ക് അതിന്റെ കോപ്പി കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. അത് കണ്ടാൽ തന്നെ ഇവരുടെ ഈ വിഷയത്തിലുള്ള കപട നാടകം ഏതൊരാൾക്ക് ബോധ്യപ്പെടുന്നുള്ള ഒരു കാര്യം സാന്ദർഭികമായിട്ട് മാത്രമല്ല. ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ മുടിവാദമായി കൊണ്ട് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നുള്ളതാണ്. ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു നോക്കുന്നു. ഇപ്പൊ എവിടെ എത്തി? ഇപ്പോൾ തനി വഹാബിസത്തിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. തനി വഹാബിസമാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സംവാദത്തിൽ ആനയിട്ട് പറഞ്ഞു, ഇത് റസൂലുള്ളാഹിന്റേതാണോ അല്ലേ എന്ന് പറയുന്നു. എന്താ പറഞ്ഞറിയോ? അത് സാഹിബ് കുല്ലിയാണ്. അതൊന്നും വ്യവസ്ഥയിൽ പറയേണ്ട കാര്യമില്ല, സംവാദം നടത്തുമ്പോൾ പറയേണ്ട കാര്യമാണ്. അപ്പൊ നമ്മൾ ശരിക്കും ചോദിച്ചു, എന്താ സഹോദര സാലിബ് കുലി എന്താണ് ശരിക്കും സംവാദത്തിൽ പഠിപ്പിച്ചരാന്ന് പറഞ്ഞതോടുകൂടെ ഇയാൾ പിന്നെ ഉണ്ടാക്കണം. MT അബൂബക്കർ രംഗം കൈകാര്യം ചെയ്യുന്ന സാലിബ് കുലി ഇയാൾ ശരിക്കും കൈകാര്യം ചെയ്യും. അതോടുകൂടെ പിന്നെ ഇയാൾക്കൊന്നും പറയാനില്ല, ഇയാൾക്ക് മിണ്ടാനില്ല. നമ്മൾ ചോദിച്ചു, ഇവിടെ സാലിബ് കുല്ലിയോ മുജവജുസിയല്ലല്ലോ വിഷയം. ഇവിടുത്തെ വിഷയം റസൂലുള്ളാഹിന്റേത് ആണോ അല്ലേ? അത് മന്ദിക്കല്ല, തർക്കശാസ്ത്രത്തിന്റെ ചർച്ചയാണ് സാലിബ് കുല്ലി. അത് നമുക്ക് സംവാദ ചർച്ച ചെയ്യാം. ഇപ്പൊ അതല്ലല്ലോ പറയേണ്ടത്. MT അബൂബക്കർ ശരിക്കും ചോദിച്ചപ്പോ പിന്നെ അവർക്ക് അതും ഉണ്ടാകും. സാലിബ് കുല്ലി ഏതാണ് ഞങ്ങളെ വാദത്തിലുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സമർത്ഥിക്കും എന്നുള്ളതല്ല സാലിബ് കുല്ലി. ഇനി സാലിബ് കുല്ലിയാണ് ഞങ്ങൾ പറയുന്നത്. ഏതാണ് ഈ കഥയുടെ മൗദൂഇലല്ലേ സെൽഫിന്റെ സൂറ് കിടക്കുക? എല്ലാ സാധ്യതയും ഒരു സാധ്യതയുമില്ല എന്നാണോ ഞങ്ങളുടെ കഥയുടെ ഞങ്ങളുടെ വാദത്തിന്റെ മൗദൂഇ ഏതാണ്? കിതാബോധി പഠിച്ചണം. എപ്പോഴാണ് ഒരു വാചകം സാലിബ് കുല്ലിയാവുക? ഏതാണ് ഇവിടെ മൗദൂഇൽ സെൽബ് കുല്ലിയാവാൻ കടന്ന സൂർ ഏതാണ്? കിതാബ് തിരിയാതെ തോന്നിയാസം പറയും സാലിബ് കുല്ലിയാന്ന് പറയാം. സാലിബ് കുല്ലിയാണെങ്കിൽ മൗദൂഇൽ സെൽബിന്റെ സൂറ് കിടക്കണ്ടേ? ഏതാണ് ആ സൂറ്? ഒരു സാധ്യതയും എന്നാണോ? കാരന്തൂർ മർക്കസിലുള്ള കാന്തപുരത്തിന്റെ കേശങ്ങൾ അത് സാലിബ് കുല്ലിയുടെ സൂറാണോ സാലിബ് ജുസിയുടെ സൂറാണോ? പഠിപ്പിച്ചു തരും സംവാദത്തിൽ. അതുകൊണ്ട് ഞങ്ങളുടെ വാദം എന്താണ്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ നബിയുടേതല്ല. മറുവാദം ഏതു? നബിയുടേതാണ് എന്ന് നേരത്തെ നിങ്ങൾ വാക്കുകൊണ്ട് പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ മറുവാദം എന്തെഴുതുക? AP അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ നബിയുടേതാണ്. അത് നിങ്ങൾ മറുവാദം എഴുതുക. അങ്ങനെ എഴുതുമ്പോ നിങ്ങളുടെ അത് പറഞ്ഞപ്പോ മുമ്പ് സാലിബ് കുല്ലി പിന്നെ അവർക്ക് സാലിബ് കുല്ലി മുജവ്വിസ് എന്ന് പറയണ്ടായി. വളരെ ദയനീയമായ രംഗന്മാരുണ്ടായിരുന്നു. അതേ പറഞ്ഞ ക്ലാസ് കാണണം. 3 മണിക്കൂർ നീണ്ടു നമ്മളൊക്കെ പ്രദർശിപ്പിക്കുന്ന സമയമില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ മുടിയുടെ വിഷയത്തിൽ ഇപ്പോൾ എവിടെത്തി തനി വഹാബിസത്തിലേക്ക് അടുപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകൾക്ക് വല്ലാത്ത പ്രത്യേകതയുണ്ടല്ലോ.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ തിരുശരീരത്തിൽ ഒരിക്കലും നേരുണ്ടാവുകയില്ല. സുന്നികളായ നമ്മുടെ വിശ്വാസം. നമ്മളൊക്കെ ചെറുപ്പം മുതലേ പറയാറില്ല റസൂലുള്ളാഹിക്ക് എന്തില്ല, നേരില്ല. ഇപ്പൊ ഇവരുടെ തെരങ്ങള് ഇപ്പൊ ഇവരെ മുടിക്ക് നേരില്ല. അപ്പൊ നേരില്ല എന്ന് പറഞ്ഞാൽ കൊളാകുമല്ലോ. അപ്പൊ ഇവര് പറയാൻ തുടങ്ങി റസൂലുള്ളാഹിക്ക് എപ്പോഴും നേരില്ല എന്ന് അർത്ഥമല്ല, ചിലപ്പോ ഉണ്ടാകാം. അത് ആരാ പറയുന്നത്? ഇവരുടെ ആലിമുല്ലെല്ലാം ആ പേരോട് ഉസ്താദ് പേരോട് പ്രസംഗത്തിൽ ഒരു ചോദ്യകർത്താവ് ചോദിച്ചു പേരോടിനോട്, നേരില്ല എന്നാണ് നമ്മൾ പറയാറുള്ളത്, നിങ്ങളെ പ്രസംഗത്തിൽ ഇപ്പൊ നേരുണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അദ്ദേഹം പറയാൻ തമ്മിൽ വൈരുദ്ധ്യമില്ല, നേരുണ്ടാവുകയും ചെയ്യാം, ഇല്ലാതിരിക്കുകയും ചെയ്യാം. വഹാബികളുടെ ആശയത്തിലേക്കാ പോയിക്കൊണ്ടുള്ളത്. ഉസ്താദ് പ്രസംഗത്തിൽ നേരത്തെ ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴൽ കണ്ടു എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ നബി തങ്ങൾക്ക് നിഴൽ ഉണ്ടാവാറില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴൽ കണ്ടു എന്ന് നേരത്തെ ഞാൻ മുസ്നദിൽ ഹദീസ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എതിരാവുകയില്ലേ എന്നാണ് ചോദ്യത്തിന്റെ ആകത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറയുന്നതും ഇവിടെ നിഴൽ കണ്ടു എന്ന് പറയുന്നതും തമ്മിൽ എതിരില്ല. എന്തുകൊണ്ട്? നിഴലുണ്ടാകാറില്ല എന്ന് പറഞ്ഞത് ഒരു സമയത്തും ഒരിക്കലും ഒരു നിലക്കും നിഴലില്ല എന്നല്ല. നിഴൽ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞത് എപ്പോഴും എവിടെയും എങ്ങനെയും നേരുണ്ടാകാറുണ്ട് എന്നുമല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. എപ്പോഴും എവിടെയും എങ്ങനെയും നേരുണ്ടാകാറുണ്ട് എന്നല്ല ഉണ്ട് എന്ന് പറഞ്ഞതിനർത്ഥം ആ സമയത്ത് അപ്പോൾ നിഴൽ കണ്ടിട്ടുണ്ട്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചിലപ്പോൾ നിഴൽ കാണാറില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? സൂര്യന്റെയും ചന്ദ്രന്റെയും വെളിച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുമ്പോൾ കാന ലാ യഖഉ അലൽ അർളി, അതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തണല് കാന ലാ യഖഉ അലൽ അർളി, അത് ഭൂമിയിൽ പതിക്കാറില്ല. അതെന്തോ കിതാബിൽ പറഞ്ഞല്ല, ഇന്നല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യഖഉ അലൽ അർളി, ഭൂമിയിൽ സംഭവിക്കാറില്ല എന്ന് പറഞ്ഞത്. ഇയാൾ പറഞ്ഞെന്താ? ചിലപ്പുണ്ടാവാം, ചിലപ്പുണ്ടാവാതിരിക്കാം. ഒരു കിതാബിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ചിലപ്പുണ്ടാവാൻ, ചിലപ്പുണ്ടാവാതിരിക്കാൻ പറഞ്ഞിട്ടില്ല. ഇയാൾ ആശയം സമർത്ഥിക്കാൻ വേണ്ടി, കാരണം ഇവരെ മുടി പരിശോധിച്ചാൽ നേരുണ്ടാവും. അപ്പൊ അതിനെ രക്ഷപ്പെടാൻ വേണ്ടി എടുത്തൊരു മാർഗമാണെന്ത്? ചിലപ്പുണ്ടാവാൻ, ചിലപ്പുണ്ടാവാതിരിക്കാം. അപ്പൊ ഒരു കാലത്ത് മർക്കസിലെ മുടി പരിശോധിച്ചത് എന്താ പറയും? നേരെ കണ്ടാൽ ഞാൻ വന്നേ പറഞ്ഞില്ലേ, ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ ചിന്തിക്കുക, വിദ്അത്തിലേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പണ്ടേ പറഞ്ഞു ആ മുടിയൊന്ന് പരിശോധിക്കാൻ നമുക്ക് നേരുണ്ടോ എന്ന് നോക്കിക്കൂടെ, നേരുണ്ടോ ഇല്ലേ എന്ന് നോക്കിക്കൂടെ. അപ്പോൾ പറഞ്ഞാൽ അത് യുക്തിവാദമാണ്, നേരുണ്ടോ എന്ന് നോക്കാൻ പാടില്ല. നേരുണ്ടോ നോക്കുന്നത് യുക്തിവാദമാണ്. നേരോടും പ്രസംഗിച്ചത് യുക്തിവാദമാണ്. എന്നാ പിന്നെ ഇവരെ കൂട്ടത്തിൽ അറിയപ്പെട്ട പ്രഭാഷണങ്ങൾ അബ്ദുൽ ഖാദർ ഹസനെ മമ്പീരി അടുത്തുള്ളത്, അയാൾ റസൂലുള്ളാഹിനെ നേരെ പരിശോധിച്ച സംഭവം പറയുന്നുണ്ടല്ലോ. മറ്റൊരു മാർഗം നമ്മൾ പറഞ്ഞു, കത്തിച്ചു നോക്കാൻ. കത്തിക്കാൻ പാടില്ല. അപ്പൊ പേരോടുള്ള ആൾ ചോദിച്ചു, ഔറംഗസീബ് വലിയ മഹാനല്ലേ, മഹാനോട് കത്തിച്ചു നോക്കിയിട്ടില്ലേ? അപ്പോ ഔറംഗസീബൻ കത്തിച്ചില്ലേ ചോദിച്ചു. പേരോടിന്റെ മറുപടി എന്താണെന്നറിയോ? അത് ഔറംഗസീബ് വലിയ അതും കത്തിച്ചതാണ്. ഔലിയാക്കളിനെ കത്തിച്ച് നമുക്കൊന്നും കത്തിച്ചു. വലിയ വലിയ മഹാന്മാർ പോലും പരിശോധിച്ചു നോക്കിയ രീതി എങ്ങനെയാ? കത്തിച്ചു നോക്കിയിട്ടാണ്. ഇപ്പൊ ഇവർ പറഞ്ഞോ, കത്തിച്ചു നോക്കുകയോ അഗ്നിക്കിരയാക്കുകയോ അത് ഹൈന്ദവ വിശ്വാസമാണ്. അപ്പൊ ഔറംഗസീബാരായി? ഔറംഗസീബ് ഹൈന്ദവ വിശ്വാസം എന്ന് പറഞ്ഞിട്ടില്ലേ? പേരോടിനാ ചോദിക്കട്ടെ, പേരോട് പറഞ്ഞിട്ടുള്ളൂ. മുഗൾ രാജാവായ ഔറംഗസീബിന്റെ കാലത്ത് തിരികേശം കത്തിച്ചതായി പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. ഔറംഗസീബും ഒരു വലിയായിരുന്നു എന്നാണ് എന്റെ അറിവ്. അദ്ദേഹം ചെയ്തതും നമുക്ക് അത് ചെയ്യാം എന്നതിന് തെളിവിൽ അദ്ദേഹത്തിന് ഇൽഹാം കിട്ടിയിരിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ മഹാനാണ് അദ്ദേഹം. എന്ത് അയാൾ വലിയ മഹാനായതുകൊണ്ട് ഇൽഹാം കിട്ടിയോണ്ട് ചെയ്തായിരിക്കാം. വലിയ മഹാന്മാർ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. മഹാന്മാർ ചെയ്തു നോക്കല്ലേ പേരോട് ചെയ്യുന്നത്. ഇവർ പറഞ്ഞാ കത്തിക്കാൻ പാടില്ല, അത് ഹൈന്ദവ വിശ്വാസമാണെന്നാ. അപ്പൊ ഔറംഗസീബ് ചെയ്തതോ അത് വലിയ ആയതുകൊണ്ട് ചെയ്തതാണ്. നിങ്ങൾ ആലോചിച്ചു, ശരിയായ വഹാബിസത്തിലേക്കാണ് പോകുന്നത്.
അടുത്ത വഹാബികൾ ആശയത്തിലേക്കാ പോകുന്നത്. എന്നിട്ടോ ഇപ്പോൾ പറയുന്നത് കത്തിച്ചാൽ ഒരു പക്ഷേ കത്തിപ്പോകാം, ടോർച്ചടിച്ചു നോക്കിയാൽ ഒരു പക്ഷേ നേരുണ്ടാവാം. എന്തേ കാരണം? റസൂലുള്ളാഹിന്റെ പ്രത്യേകത അത് ജീവിതകാലത്തേക്ക് മാത്രം ബാധകമാ. എന്നാ പിന്നെ എന്തിനാ കൂട്ടരെ മുടിട്ട വെള്ളം കുടിക്കുന്നത്? അത് ജീവിതകാലത്ത് മാത്രമല്ല ബാധകമുള്ളൂ. പിന്നെ മുടിട്ട വെള്ളം എന്തിനാ കൊടുക്കുന്നത്? കൊടുക്കാൻ പാടില്ലല്ലോ. പ്രത്യേകത ജീവിതകാലത്തേക്ക് മാത്രം ബാധകമാണെങ്കിൽ ഈ മുടിയുടെ പ്രത്യേകത എപ്പോഴുണ്ടാവുള്ളൂ? ഇനി ഇവര് പറയും പോലെ റസൂലുള്ളാഹിനെ സമ്മതിക്കാം, എന്നാ പിന്നെ അത് ജീവിതകാലത്തേക്ക് മാത്രമല്ലേ ബാധകമുള്ളൂ. ആരാ പറയുന്നത്? പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പൊന്മളക്കാരൻ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകത ജീവിതകാലത്തേക്ക് മാത്രം ബാധകമാണ്. സുന്നികളായ നമ്മുടെ വിശ്വാസം എന്താ? അമ്പിയാക്കുള്ള മുഅ്ജിസത്ത്, ഔലിയാക്കുള്ള കറാമത്ത് ലാ തൻഖതി ബിമൗതിഹിം, അവരുടെ മരണത്തോടുകൂടെ മുറിയില്ല. അമ്പിയാക്കളുടെ മുഅ്ജിസത്ത് മരണത്തോടെ മുറിയുന്നില്ല. അതുകൊണ്ടാണല്ലോ മുടിക്ക് പ്രത്യേകത ഇപ്പോഴും ഉണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ശരീരം കണ്ടോ ഇന്നും മണ്ണ് തിന്നിട്ടില്ല. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാ. എന്തേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തിൽ മണ്ണ് കയറുന്നതിനെ, പുഴുക്കൾ തിന്നുന്നതിനെ അല്ലാഹു ഹറാമാക്കിപ്പോയി. ഇന്നൊരു കുഴപ്പമില്ല. ഇവരെ വാദപ്രകാരം അതൊക്കെ ജീർണിച്ചുപോയി. ഇത് ലോകത്ത് പറഞ്ഞതാരാ? ജമാഅത്തെ ഇസ്ലാമിക്ക. ജമാഅത്തെ ഇസ്ലാമിയല്ലേ അവരുടെ പ്രബോധന മാസികയല്ലേ എഴുതി വെച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറവ് ചെയ്യാനുള്ള കാരണം പറഞ്ഞപ്പോ പ്രബോധനത്തിൽ ജമാഅത്തെ ഇസ്ലാം എഴുതി വെച്ചതെന്താ? പുറത്തു വെച്ചാൽ അത് ജീർണിച്ചു പോകും, ജീർണിച്ച് ദുർഗന്ധം അടിച്ചു പോകും, അത് വമിക്കാൻ, അത് സഹിക്കാൻ പരിസരത്തുള്ള ആളുകൾക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹിനെ മറവ് ചെയ്തത്. ഇവരും പറയുന്നു റസൂലുള്ളാഹിന്റെ പ്രത്യേകത ജീവിതകാലത്തേക്ക് മാത്രം ബാധകമാ. ജമാഅത്തെ ഇസ്ലാമിലേക്കല്ലേ ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്? വിജയത്തിലേക്കല്ലേ ചേക്കേറിക്കൊണ്ടിരിക്കുന്നത്? മുജാഹിദിന്റെ ആശയമല്ലേ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? മുസ്ലിമീങ്ങളെ പെട്ടുപോകണ്ട, ആക്ട് മോശമായി പോകും. വളരെ ഗൗരവം. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ അമ്പിയാക്കൾക്ക്, ഔലിയാക്കൾക്ക് മരണാനന്തര കഴിവില്ല എന്ന വാദം സമ്മതിക്കുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്തിഗാസയ്ക്ക് പിന്നെന്തർത്ഥമാവുന്നത്? നമ്മളൊക്കെ അമ്പിയാക്കളെ വിളിച്ച് സഹായം തേടാറില്ലേ? ഔലിയാക്കളെ വിളിച്ച് സഹായം തേടാറില്ലേ? മമ്പറത്തേക്ക് പോകാറില്ലേ? മമ്പറത്ത് പോയിട്ട് മമ്പറത്ത് പാപ്പാനെ വിളിച്ചുകൊണ്ട്, മമ്പറത്തെ തങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടാറില്ലേ? മരണപ്പെട്ടവർക്ക് സഹായിക്കാൻ കഴിയില്ല എന്ന് പറയേണ്ടി വരില്ലേ? മരണത്തോടെ കഴിവുകളൊക്കെ മുറിഞ്ഞുപോയാൽ എന്തിനാണ് ഒരു വലിയനെ വിളിക്കുന്നത് എന്ന വഹാബികളെ ചോദ്യം പോലെ ഇവരെ ചോദ്യവുമായി തീരില്ലേ? വഹാബിസത്തിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്? അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ എത്ര പേരെയാ മരണാനന്തര സഹായിച്ചത്? കണ്ടോ, സയ്യിദുനാ സിദ്ദീഖ് തങ്ങൾ വഫാത്താകുന്നു. സിദ്ദീഖ് തങ്ങളെ ജനാസ കൊണ്ടുപോവുകയാണ്. റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് കൊണ്ടുപോകുമ്പോ സിദ്ദീഖ് തങ്ങൾക്കൊരു വസിയത്തുണ്ടായിരുന്നു, എന്നെ അവിടെ മറവ് ചെയ്യുന്നതിന് മുമ്പ് റസൂലുള്ളാഹിന്റെ സമ്മതം വാങ്ങിയിരിക്കണം. അങ്ങനെ ജനാസ കൊണ്ടുപോയി. റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ ആ ഖബർ ഷരീഫിന്റെ അരികിലെത്തിയപ്പോൾ ആരോ വിളിച്ചു പറഞ്ഞു, അതാ അബൂബക്കറും ഫിൽ ബാബി യാ റസൂലല്ലാഹ്, നബിയേ സിദ്ദീഖ് തങ്ങളെ ജനാസയാ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്, സമ്മതമാണോ? സമ്മതമാണോ? സിദ്ദീഖ് തങ്ങളെ ജനാസ കൊണ്ടുപോയി റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ ഖബറിനരികിൽ വെച്ച് വിളിച്ചു ചോദിക്കുമ്പോ റസൂലുള്ളാഹിന്റെ മറുപടിതാ അവിടുന്ന് വരികയാണ്, കൊണ്ടുവരൂ, കൊണ്ടുവരൂ. മരണപ്പെട്ടുപോയ പുണ്യനബിയുടെ ഖബറിന്റെ ഉള്ളിൽ നിന്നാണ് ശിരീരി കേൾക്കുന്നത്. മറ്റൊരു സംഭവം നോക്കൂ നിങ്ങൾ. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തന്റെ അവസാന സമയം ജയിലിൽ കിടക്കുന്ന സമയമാണ്.
തനിക്കൊരു ദിവസം നോമ്പാണ്. നോമ്പ് മുറിക്കാൻ വെള്ളം ചോദിക്കുമ്പോ ശത്രുക്കൾ വെള്ളം കൊടുക്കുന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ നായിലയെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നായില, ഒരൽപ്പം വെള്ളം കിട്ടുമോ? നായില അന്വേഷിച്ചു നോക്കി, പക്ഷേ കിട്ടിയില്ല. ആരും കൊടുക്കുന്നില്ല. കുടിക്കാൻ വെള്ളം കൊടുക്കുന്നില്ല, നോമ്പ് തുറക്കാൻ വെള്ളം കൊടുക്കുന്നില്ല. നായില ദൂരത്തേക്ക് ഓടിപ്പോവുകയാണ്. ഓടി ഓടി ഒരവസാനം ഒരിറ്റ് വെള്ളം കിട്ടുന്നു. ആ വെള്ളപാത്രമായി ഓടി ഉസ്മാൻ റളിയല്ലാഹു അടുക്കലെത്തിയപ്പോഴേക്ക് സുബഹിയുടെ ബാങ്ക് കൊടുത്തിരിക്കുന്നു. ഈ കിട്ടിയ വെള്ളം നീട്ടിക്കൊടുക്കുന്നു. ഭർത്താവിനോട് പറയുന്നു, ഭർത്താവേ, നോമ്പ് മുറിക്കൂല വെള്ളമെന്ന് പറയുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നായില, എനിക്ക് വെള്ളം വേണ്ട പെണ്ണേ, എനിക്കിന്നും നോമ്പാ. നായില റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഉസ്മാൻ അമീറുൽ മുഅ്മിനീൻ, എങ്ങനെയാണ് ഇന്നലെ നോമ്പ് മുറിക്കാതെ ഇന്ന് താങ്കൾ നോമ്പ് നോക്കുക? ഒരു നോമ്പ് മുറിക്കാതെ അടുത്ത നോമ്പ് നോക്കാൻ പാടില്ലല്ലോ. ഉടൻ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുന്നു, നായില, ഇന്നലെ രാത്രി എന്നോട് ഞാൻ വെള്ളം ചോദിച്ചല്ലോ, നീ വെള്ളത്തിന് വേണ്ടി ഓടിപ്പോയല്ലോ, എനിക്ക് ശത്രുക്കൾ വെള്ളം തന്നില്ലല്ലോ. ആ സമയത്ത് നായില നോമ്പ് മുറിക്കാൻ സമയമായപ്പോ ഇന്നലതാ ഞാൻ ഈ കിടക്കുന്ന ഈ വീട്ടു തടങ്കലിൽ കിടക്കുമ്പോ ഈ വീടിന്റെ മുകളിലെ ഓടുകൾ ഇളകുന്ന ശബ്ദം കേൾക്കുന്നു. ഞാൻ മുകളിലേക്ക് നോക്കുമ്പോ നായില, എന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ബക്കറ്റുമായിട്ട് വന്നുകൊണ്ട് പറഞ്ഞു, ഉസ്മാൻ, ദാഹിക്കുന്നുണ്ടോ ഉസ്മാൻ? ഇതാ വെള്ളമെന്ന് പറയുമ്പോ വെള്ളം തരുന്നു. എനിക്ക് വേണ്ടവോളം വെള്ളം തന്നു, ഞാൻ കുടിച്ചു. നായില, വേണ്ടവോളം വെള്ളം കുടിച്ചു. വഫാത്തായി പോയ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സഹായിക്കുന്നു. ഇവരുടെ വാദം കടമെടുത്താൽ പറയേണ്ടി വരും, ഉസ്മാൻ റളിയല്ലാഹു അൻഹു കളവ് പറഞ്ഞു എന്ന് പറയേണ്ടി വരും. മുസ്ലിമീങ്ങളെ ഗൗരവത്തോടെ ആലോചിക്കുക, വിട്ടുപോകണ്ട. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഈ ഉമ്മത്തിനെ കാത്തിരക്ഷിക്കട്ടെ. ഞാൻ ഇട്ടുകൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല, സമയം വരെ വൈകിയിട്ടുണ്ട്. താൽക്കാലികമായി ഇപ്പോൾ നിർത്തുന്നു. വേണ്ടി വന്നാൽ ബാക്കിയുള്ള കാര്യം നമുക്ക് പിന്നീട് പറയാം. എല്ലാവരും എണീറ്റ് വരുമ്പോൾ സലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്തുകൊണ്ട് ചെയ്യാം. നല്ലൊരു സദസ്സാണ്, ഇത്രയും ആളുകൾ പങ്കെടുത്ത സദസ്സാണ്. ദുആക്ക് ഉത്തരം മുട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലാവരും ആത്മാർത്ഥമായി കൊണ്ട് പങ്കുചേരുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹം റഹീമായ അൽമലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമൊക്കെ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ സലാത്തുകൾ സ്വീകരിക്കണേ അല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. മറ്റുള്ള അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മുഖറബീങ്ങളുടെ പരിശുദ്ധമായ മഖ്ബറകളിലേക്ക് എത്തിക്കണേ റഹ്മാനെ, എത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സുകളൊക്കെ നന്നാക്കണേ അല്ലാഹ്. ഇഖ്ലാസ് നൽകണേ അല്ലാഹ്, ഖുശൂഅ് നൽകണേ അല്ലാഹ്, തഖ്വ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെയോ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ഭാര്യസന്താനങ്ങൾ, ശിഷ്യന്മാർ, ബന്ധപ്പെട്ടവർ, സ്നേഹിച്ചവർ ഒരാളെയും നീ പരീക്ഷിക്കല്ലോ റഹ്മാനെ. ഞങ്ങളുടെയും അവരുടെയും എല്ലാവിധ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. നല്ല ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റണേ അല്ലാഹ്. പ്രയാസങ്ങളൊക്കെ അകറ്റണേ അല്ലാഹ്. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മദ്രസയെ നീ ഉന്നതിയിലേക്ക് ഉയർത്തണേ അല്ലാഹ്. അല്ലാഹുവേ, സംരംഭത്തെ സഹായിച്ചവരൊക്കെ നീയും സഹായിക്കണേ അല്ലാഹ്.